അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 58ാമത്തെ ഒരു ഭാഗത്ത്, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ബദറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ്റെ കച്ചവട കാരവനെ ലക്ഷ്യം വെച്ച് ഒരു കൊച്ചു സംഘമായിട്ട് 313ഓളം വരുന്നൊരു സംഘമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. മുസ്ലിങ്ങളുടെ ആഗമനത്തെ സംബന്ധിച്ചുള്ള സൂചന ലഭിച്ച ഉടനെ തന്നെ അബൂ സുഫിയാൻ മക്കയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ഒരു അപകട വാർത്ത ഒരു സന്ദേശവാഹകം വഴി ലൊന്തം വഴി അബൂ സുഫിയാൻ മക്കയിലേക്ക് കൈമാറാണ്. അപ്പോൾ ലൊന്തം അതിവേഗത്തിൽ മക്കയിലേക്ക് കുതിച്ച് മക്കയിലെത്തിയ ഉടനെ തന്നെ അപകട വാർത്ത വളരെ ഭീകരമായിട്ടുള്ള രൂപത്തിൽ പൊടിപ്പുന്നങ്ങളെല്ലാം വെച്ച് മക്കക്കാരിലേക്ക് പങ്കുവെക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ ലൊന്തമിൻ്റെ ആ ഒരു വിവരണം, അട്ടഹാസെല്ലാം കേട്ട സന്ദർഭത്തിൽ മക്കക്കാർ അങ്ങേയറ്റം ഭീതിയിലാവാണ്. കാരണം അവരുടെ ആ വർഷത്തെ പ്രധാനപ്പെട്ട കച്ചവട കാരവൻ അപകടത്തിലാണ്. ഉടനെ തന്നെ അതിനെ സംരക്ഷിക്കാൻ വല്ലതും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അബൂ സുഫിയാൻ്റെ ആ കച്ചവട കാരവനെ സഹായിക്കാൻ വേണ്ടി മക്കയുടെ അതുവരെയുള്ള മക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സൈന്യം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അവർ തയ്യാറാക്കുകയാണ്. ഏറ്റവും വലിയ സൈന്യം എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം, അവർ വ്യത്യസ്ത ഗോത്രങ്ങളാണ്. ആ വ്യത്യസ്ത ഗോത്രങ്ങളെല്ലാം ഒരുപക്ഷെ അറേബ്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ബാനറിന് കീഴിൽ അവർ ഒന്നിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ. ഈ ഒരു സന്ദർഭത്തിൽ ഒരല്പം ഗോത്രങ്ങളാണെങ്കിൽ മുന്നോട്ടുള്ള യുദ്ധങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ നമ്പർ അത് ഇരട്ടിയായിട്ട് 3ഉം 4ഉം 10ഉം ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മുഴുവൻ വ്യത്യസ്ത ഗോത്രങ്ങളെല്ലാം ഒരേ ബാനറിന് കീഴിൽ അവർ അണിനിരക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ അദ്ദേഹം പറയുകയാണ്, മക്കയിലുള്ള ഓരോ വീട്ടിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരംഗമെങ്കിലും ആ സൈന്യത്തിൽ പങ്കുചേർന്നു എന്നുള്ള. ഇനി പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾ ഒരു പകരക്കാരനെ പറഞ്ഞയച്ചെങ്കിലും ആ സൈന്യത്തെ അവർ പിന്തുണച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കയിലുള്ള ഓരോ വീട്ടുകാർക്കും ആ കാരവനിൽ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായ ആത്തിക്ക കണ്ട ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് വിശദീകരിച്ചത് ഓർക്കുന്നുണ്ടാകും. ആത്തിക്ക കണ്ട സ്വപ്നം, മക്കയിലേക്ക് അപരിചിതനായിട്ടുള്ളൊരു വ്യക്തി വന്ന് ആ ഹറമിൻ്റെ പ്രദേശത്തുണ്ടായിരുന്ന ജബൽ അബി ഖുബൈസിന് മുകളിലേക്ക് കയറി വലിയൊരു കല്ല് താഴേക്ക് തള്ളിയിടുന്നതായിട്ടും ആ കല്ല് ഉരുണ്ട് വീഴുന്ന സന്ദർഭത്തിൽ ആ കല്ല് പൊടിഞ്ഞ് നിരവധി ചീളുകളായിട്ട് മക്കയിലുള്ള ഓരോ വീട്ടിലേക്കും ആ കല്ല് വന്ന് പതിക്കുന്നതായിരുന്നു അവർ കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കയിലുള്ള ഓരോ വീട്ടിൽ നിന്നും ഒരു മെമ്പറെങ്കിലും ആ സൈന്യത്തിൽ അണിചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ആ സൈന്യത്തെ ഒരുക്കിയ സന്ദർഭത്തിലുണ്ടായ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, അതിലേക്കാണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സൈന്യത്തിൽ മക്കയിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം ആ സൈന്യത്തിൽ അണിചേർന്നു. എണ്ണപ്പെട്ട ചില ആളുകൾ ഒഴികെ ചില ആളുകൾ ആ സൈന്യത്തിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സൈന്യത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വം ഒന്നാമതായിട്ട് കടന്നു വരുന്നത് അബൂലഹബാണ്. അബൂലഹബ് ലഅനഹുല്ലാഹ്, റസൂലുള്ളാഹിൻ്റെ പിതൃവ്യൻ അബൂലഹബ് ആ സൈന്യത്തിൽ അവരോടൊപ്പം ചേർന്നില്ല. പകരക്കാരനായിട്ട് മറ്റൊരാളെ പറഞ്ഞയക്കുകയാണ്. വെറുതെ പറഞ്ഞയച്ചാൽ യഥാർത്ഥത്തിൽ ആ വ്യക്തി അബൂലഹബിന് 4000 ദിർഹം കടം നൽകാനുണ്ടായിരുന്നു. അപ്പോൾ അബൂലഹബ് അയാളെ വിളിച്ചു പറഞ്ഞു, നീ ഏതായാലും 4000 ദിർഹം എനിക്ക് കടം നൽകാനുണ്ടല്ലോ, നീ കടം എനിക്ക് നൽകേണ്ട, തിരിച്ചു നൽകേണ്ട, പകരം എൻ്റെ സ്ഥാനത്ത് നീ യുദ്ധത്തിന് പോയാൽ മതി. അങ്ങനെ അബൂലഹബ് പകരക്കാരനായിട്ട് മറ്റൊരാളെ പറഞ്ഞയക്കുകയാണ്. എന്തുകൊണ്ട് അബൂലഹബ് യുദ്ധത്തിന് പോയില്ല എന്നുള്ളതിൻ്റെ കാരണം സീറാ ഗ്രന്ഥങ്ങളിൽ വ്യക്തമല്ല. അല്ലാഹു അലം. ചില പണ്ഡിതന്മാർ നൽകുന്ന അനുമാനം ഒരുപക്ഷെ ഒന്നുമല്ലെങ്കിൽ അപ്പുറത്ത് യുദ്ധം ചെയ്യേണ്ടത് സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ബനൂ ഹാഷിമിനെതിരെ തന്നെയാണ്. അപ്പോൾ സ്വന്തം ഗോത്രത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് അത്രയും കാലം അവർ പുലർത്തിപ്പോകുന്ന ആ ജാഹിലിയ സ്റ്റാൻഡേർഡിന് തന്നെ എതിരാണ്. ആ രൂപത്തിലുള്ള ഒരു മനപ്രയാസം ആയിരിക്കണം. അല്ലാഹു അലം. ആ രൂപത്തിലുള്ള ചില അനുമാനങ്ങൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. ഏതായിരുന്നാലും അബൂലഹബ് പോകുന്നില്ല, പകരക്കാരനായിട്ട് മറ്റൊരാളെ പറഞ്ഞയക്കുകയാണ്. പിന്നീട് രണ്ടാമതായിട്ട് ആ സൈന്യത്തിൽ പങ്കെടുക്കാതെ തുടക്കത്തിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഉത്ബത്ത് ബിൻ റബീഅ. നമ്മൾ പലതവണ കേട്ടതാണ്. ഉത്ബ യഥാർത്ഥത്തിൽ പ്രത്യേകം മനസ്സിലാക്കുക, ഉത്ബ അബൂലഹബിനെ പോലെ അല്ലെങ്കിൽ അബൂജഹലിനെ പോലെയുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരല്പം മാന്യനായിട്ടുള്ള എതിരാളിയാണ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണ്. അതായത് ശത്രുക്കളെല്ലാ ആളുകളും ഒരേ സ്റ്റാൻഡേർഡ്, ഒരേ രൂപത്തിലല്ല. ലൈസു സവ, അവർ മുഴുവൻ ആളുകൾ സമന്മാരല്ല. ചില ആളുകൾ അത്യധികം തരം താഴ്ന്ന രൂപത്തിൽ, അബൂലഹബിനെ പോലെയുള്ള ആളുകൾ ആ രൂപത്തിൽ തരം താഴ്ന്ന രൂപത്തിൽ എതിർത്ത ആളുകളാണ്. പക്ഷേ ഉത്ബത്ത് ബിൻ റബീഅ ഒരല്പം മാന്യനായിട്ടുള്ള എതിരാളിയായിരുന്നു. അപ്പോൾ നമുക്കറിയാം, മക്കൻ സീറയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ശത്രുക്കൾ അനുരഞ്ജന ശ്രമത്തിന് വേണ്ടി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് ഉത്ബത്ത് ബിൻ റബീഅയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ സംസാരമെല്ലാം ശ്രദ്ധയോടുകൂടെ ശ്രമിച്ച് മറുപടിയായിട്ട് റസൂലുള്ളാഹി സൂറത്ത് ഫുസ്സിലത്ത് പാരായണം ചെയ്തു. ആ സൂറത്ത് ഫുസ്സിലത്ത് കേട്ട ഉടനെ തന്നെ ഉത്ബത്ത് ബിൻ റബീഅ റസൂലുള്ളാഹിൻ്റെ വായ പൊത്തി നിശബ്ദമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ചിത്രം മക്കൻ സീറിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ത്വാഇഫിൽ അബൂ താലിബിൻ്റെ ആ മരണ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഇഫിലേക്ക് അഭയം തേടിപ്പോയി ആ നാട്ടിലുള്ള ആളുകൾ റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞ് ഓടിച്ച് രക്തം പുരണ്ട ആ ശരീരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിലേക്ക് വിശ്രമിക്കാൻ വേണ്ടി കയറുന്നുണ്ട്. ആ തോട്ടം ഉത്ബത്ത് ബിൻ റബീഅയുടെ തോട്ടമായിരുന്നു. അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസ്ഥയിൽ അലിവ് തോന്നി ഉത്ബത്ത് ബിൻ റബീഅ തൻ്റെ ഭൃത്യനായിരുന്ന അദ്ദാസ് വഴി ഒരല്പം മുന്തിരി പറിച്ച് പാത്രത്തിലിട്ട് റസൂലുള്ളാഹിക്ക് ഹദിയ നൽകി. ആ ഒരു സമയം ആ ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ രൂപത്തിൽ ഒരു മാന്യനായിട്ടുള്ള എതിരാളികളുടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണ് ഉത്ബത്ത് ബിൻ റബീഅ. ഇപ്പോൾ ഉത്ബത്ത് ബിൻ റബീഅ സൈന്യത്തോടൊപ്പം പങ്കുചേരുന്നില്ല തുടക്കത്തിൽ. ആ സന്ദർഭത്തിൽ ഉത്ബയുടെ സഹോദരൻ ഷെയ്ബത്ത് ബിൻ റബീഅ വന്ന് നിരന്തരം അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. ഹേയ്, നമ്മുടെ ആളുകൾക്ക് നമ്മളെ ആവശ്യമുള്ള സമയമാണിത്. ഈ ഒരു സമയത്ത് നമ്മൾ അവരെ അവഗണിക്കുകയാണെങ്കിൽ പിന്നീട് ജീവിതകാലം മുഴുവൻ അതിൻ്റെ പേരിൽ നമ്മൾ പഴി കേൾക്കേണ്ടി വരും. നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും അവർ തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മളവരെ സഹായിക്കേണ്ടതുണ്ട്. ആ രൂപത്തിലെല്ലാം നിരന്തരം പറഞ്ഞ് അവസാനം ഉത്ബയുടെ മനസ്സ് ആ സഹോദരൻ ഷെയ്ബ മനസ്സ് മാറ്റിയെടുക്കുകയാണ്. അവസാനം ഉത്ബത്ത് ബിൻ റബീഅ ആ സൈന്യത്തോടൊപ്പം പങ്കുചേരുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ അദ്ദേഹം ആ സൈന്യത്തിൽ പങ്കെടുത്തെങ്കിലും എടുത്തു പറയേണ്ട ശ്രദ്ധേയമായിട്ടൊരു കാര്യം, അവസാന നിമിഷം വരെ ആ യുദ്ധത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഉത്ബത്ത് ബിൻ റബീഅ നടത്തുന്ന ശ്രമങ്ങൾ മുന്നോട്ടുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അവസാന ഘട്ടം വരെ ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പല രൂപത്തിലായിട്ട് ഉത്ബത്ത് ബിൻ റബീഅ അവരെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബദർ യുദ്ധം അരങ്ങേറ ആ ബദർ യുദ്ധത്തിൻ്റെ ദിനം, യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് അന്നത്തെ ദിവസം പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശത്രു സൈന്യത്തെ നോക്കിക്കൊണ്ട് ദൂരെ ഒട്ടകപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരല്പം വിവേകമുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരല്പം ഖൈർ ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതാ ചുവന്ന ഒട്ടകപ്പുറത്ത് ജമലുൻ നഹ്മർ, ആ ചുവന്ന ഒട്ടകപ്പുറത്തിരിക്കുന്ന വ്യക്തിക്കാണതുള്ളത്. റസൂലുള്ളാഹി ചൂണ്ടിപ്പറഞ്ഞത് ഉത്ബത്ത് ബിൻ റബീഅയെ സംബന്ധിച്ചായിരുന്നു. ആ രൂപത്തിലെല്ലാം അദ്ദേഹം പ്രതികരിച്ചെങ്കിലും പ്രത്യേകം മനസ്സിലാക്കുക, അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണങ്ങൾ അത് യഥാർത്ഥത്തിൽ റോങ് ആയിരുന്നു. അതായത് അദ്ദേഹം നിലകൊണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ ആ സത്യത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളുന്നത് കൊണ്ടോ ആയിരുന്നില്ല അദ്ദേഹം ഈ രൂപത്തിൽ പ്രതികരിച്ചത്. മറിച്ച് ആ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ അത് ജാഹിലിയത്താണ്. ജാഹിലിയത്തിലുള്ള, അതായത് അന്ധമായിട്ടുള്ള ഗോത്ര സ്നേഹത്തിൻ്റെയും മറ്റും പുറത്താണ് ഈ രൂപത്തിലെല്ലാം അദ്ദേഹം പ്രതികരിക്കുന്നത്. ആ തെറ്റായിട്ടുള്ള കാരണത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ട സന്ദർഭത്തിൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അതേ കാരണത്തിന് പിന്നീട് അന്ധമായി അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം ബദറിൻ്റെ രണാങ്കണത്തിൽ ആദ്യമായിട്ട് നടങ്ങിയ ആ മുബാറസ, അതായത് ആ ദ്വന്ദ്വ യുദ്ധത്തിൽ അതേ കാരണത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് ആദ്യം തന്നെ അദ്ദേഹം ബലിയാടാവേണ്ടി വരാൻ. മുസ്ലിങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ വകവരുത്തുന്നൊരു ചിത്രമാണ് ബദറിൻ്റെ രണാങ്കണത്തിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം നിലകൊണ്ട കാരണം റോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അന്ധമായി അതിനു വേണ്ടി ബലിയാടാകേണ്ടി വരുന്നൊരു ചിത്രമാണ് ഉത്ബയുടെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നീട് മൂന്നാമതായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതെ തുടക്കത്തിൽ വിട്ടുനിന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഉഖ്ബ ഇബ്നു അബി മുഈദ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ശത്രുക്കൾ വ്യത്യസ്ത കാറ്റഗറിയിലാണ്. അതിൽ ഏറ്റവും തരം താഴ്ന്ന നീചരായിട്ടുള്ള ശത്രുക്കളുടെ ആ ഒരു ലിസ്റ്റിൽ അതിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് ഉഖ്ബ ഇബ്നു അബി മുഈദ്. നേരത്തെ മക്കൻ സീറയിൽ മക്കീ കാലഘട്ടത്തിലുള്ള പീഡനങ്ങൾ, മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആ പീഡനങ്ങളുടെ ചരിത്രമെല്ലാം മക്കൻ സീറിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൽ വളരെ ക്രൂരമായിട്ടുള്ള നീചമായിട്ടുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പോലും മർദ്ദനങ്ങൾ അടിച്ചുവിട്ട വിരലെണ്ണാവുന്ന ചില ആളുകളുണ്ട്. ആ ലിസ്റ്റിൽ കടന്നു വരുന്ന വ്യക്തിയാണിത്. നമുക്കറിയാം മക്കൻ കാലഘട്ടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ ചെയ്ത ഏറ്റവും വലിയ ക്രൂരപ്രവർത്തനം എന്തായിരുന്നു? സ്വഹീഹുൽ ബുഖാരിയിൽ ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി ബി അശദ്ദി ഷൈഇൻ സനഅഹുൽ മുശ്രിക്കൂന ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനോട് അവർ ചെയ്ത ഏറ്റവും ക്രൂരപ്രവൃത്തി ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി ആ കഅബയുടെ ഹിജ്റിൽ ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പറയപ്പെടുന്ന ഉഖ്ബ ഇബ്നു അബി മുഈദ് ലഅനഹുല്ലാഹ്, ഉഖ്ബ പിറകിലൂടെ വന്ന് റസൂലുള്ളാഹിൻ്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസം കിട്ടാതെ പടഞ്ഞ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് റസൂലുള്ളാഹിനെ രക്ഷിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ പിന്നീട് ആയത്തായിട്ട് വരുന്നുണ്ട്.
അപ്പം ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരമായിട്ട് മർദ്ദിച്ച വ്യക്തി, അതേപോലെ തന്നെ അതിനേക്കാൾ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം സ്വഹീൽ ബുഖാരി തന്നെ, ഇതെല്ലാം മക്കൻ സീറിൽ നമ്മൾ പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന് സമീപത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബൂജഹൽ ലഅനഹുള്ള അവിടെയുള്ള സദസ്സിനോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് മുഹമ്മദിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശരീരത്തിൽ, ആ പുണ്യ ശരീരത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തുക? ആ സന്ദർഭത്തിൽ ആ സദസ്സിൽ നിന്നും ഉദ്ധരണിയിൽ വായിക്കാൻ സാധിക്കും, ഫഖാമ ഫിൽ ഖൗമി അഷ്ഖാഹും, അല്ലെങ്കിൽ ഫംബഅസ അഷ്ഖാഹും, അതിൽ ആ സദസ്സിൽ ഏറ്റവും നീചനായിട്ടുള്ള വ്യക്തി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അത് മറ്റാരായിരുന്നില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉഖബ ഇബ്ൻ അബി മുഈത്ത് ലഅനഹുല്ലാഹ്. ഉഖബയാണ് എഴുന്നേൽക്കുന്നത്. പിന്നീട് ഉഖബ ഇബ്ൻ അബി മുഈത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിരിക്കുന്ന സന്ദർഭത്തിൽ ആ ചീഞ്ഞളിഞ്ഞ കുടൽമാല ആ പുണ്യ ശരീരത്തിൽ കൊണ്ടുപോയി ചാർത്തുന്നത്. ആ ഒരു നീച പ്രവൃത്തിയും ചെയ്തത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉഖബ ഇബ്ൻ അബി മുഈത്താണ്. പിന്നീട് ബദറായിട്ട് ചേർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവം സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഉഖബ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സദ്യക്ക് ഒരു വിരുന്നിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പരിഹാസത്തോടു കൂടെയുള്ള ക്ഷണമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വിശ്വാസിയാകാത്തിടത്തോളം കാലം നിൻ്റെ ക്ഷണം ഞാൻ സ്വീകരിക്കില്ല. ആ സന്ദർഭത്തിൽ ഉഖബ ഇബ്ൻ അബി മുഈത്ത് അവിടെ വെച്ചുകൊണ്ട് കലിമ ചൊല്ലി വിശ്വാസം സ്വീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണമെല്ലാം കഴിച്ച് പിരിഞ്ഞു. പക്ഷേ ഉഖബ വിശ്വാസിയായ വിവരം ഉടനെ തന്നെ മക്കയിലുടനീളം പാട്ടാവുകയാണ്. അതേറെ വൈകാതെ തന്നെ ഉഖബയുടെ ഉറ്റമിത്രമായിരുന്ന ഉബയ്യ് ഇബ്നു ഖലഫിൻ്റെ ചെവിയിലെത്താണ്. ഉബയ്യ് ഇബ്നു ഖലഫ്, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ നീചരായിട്ടുള്ള ശത്രുക്കൾ, ആ ഒരു കാറ്റഗറിയിൽ, ആ ലിസ്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഉബയ്യ് ഇബ്നു ഖലഫ് ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി ഉഖബയെ തേടി ഇറങ്ങുകയാണ്. അങ്ങനെ ഉഖബയെ കണ്ട ഉടനെ ഉബയ്യ് ഇബ്നു ഖലഫ് ചോദിച്ചു, നീ മതം മാറി, നിന്നെക്കുറിച്ച് ഈ രൂപത്തിലെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ ഉഖബ പറഞ്ഞു, ഞാൻ മതമൊന്നും മാറിയിട്ടില്ല, സത്യത്തിൽ മുഹമ്മദിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ചൊല്ലിയതാണ്, നഊദു ബില്ലാ. ആ സന്ദർഭത്തിൽ ഉബയ്യ് ഇബ്നു ഖലഫ് ലഅനഹുല്ലാഹ് പറഞ്ഞു, നീ പറയുന്നത് അപ്പടി ഞാൻ വിശ്വസിക്കണമെങ്കിൽ നീ രണ്ട് കാര്യം ചെയ്യണം. ഒന്നാമതായിട്ട് നീ മുഹമ്മദിൻ്റെ അടുത്ത് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായിട്ട് തെറിവിളിക്കണം. രണ്ടാമതായിട്ട് നഊദു ബില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യ മുഖത്ത് പോയി നീ കാർക്കിച്ച് തുപ്പണം. നഊദു ബില്ലാ. ഈ രണ്ട് പ്രവൃത്തി നീ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ വിശ്വസിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇനി നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉബയ്യ് ഇബ്നു ഖലഫ് ലഅനഹുല്ലാഹ് പറയാണ്. അങ്ങനെ അവസാനം നീചനായ ഉഖബ ഇബ്ൻ അബി മുഈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ഇറങ്ങാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയി പരസ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് തെറിവിളിക്കുകയാണ്. റസൂലുള്ളാഹി നിശബ്ദമായി അതെല്ലാം കേട്ട് നിൽക്കുകയാണ്. അതിനുശേഷം ആ ഒരു നീച പ്രവൃത്തി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമുഖത്ത് ഉഖബ ഇബ്ൻ അബി മുഈത്ത് ലഅനഹുല്ലാഹ് റസൂലുള്ളാഹിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഭവം ആസ്പദമാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ സൂറത്ത് ഫുർഖാൻ്റെ 27ഉം 28ഉം വചനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. ആയത്ത് വായിച്ചാൽ തന്നെ മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നുണ്ട്, വയൗമ യഅ്ളു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അക്രമം ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്ത ആളുകൾ, അവർ നാളെ മരണാനന്തര ജീവിതത്തിൽ അവരുടെ കൈകൾ കടിക്കുന്ന, അല്ലെങ്കിൽ അവർ അവിടെ വെച്ചുകൊണ്ട് വിലപിക്കും. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം സ്വീകരിച്ചെങ്കിൽ എത്ര നന്നായനെന്ന് അവർ അവിടെ വെച്ചുകൊണ്ട് വിരൽ കടിച്ചുകൊണ്ട് അവർ വിലപിക്കും എന്നുള്ള. അടുത്ത ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അവിടെ വെച്ചുകൊണ്ട് അവർ പറയും, എൻ്റെ കഷ്ടമേ, അല്ലെങ്കിൽ എൻ്റെ നാശേ, ഞാൻ ഇന്നയാളെ സുഹൃത്തായിട്ട് സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായനെന്ന് അവരവിടെ വെച്ചുകൊണ്ട് വിലപിക്കും എന്നുള്ളതാണ്. അതായത് ഉബയ്യ് ഇബ്നു ഖലഫിൻ്റെ ആ വാക്ക് കേട്ടിട്ടാണ് ഉഖബ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കും. ആ രൂപത്തിലാണ് പല സന്ദർഭത്തിലും, അത് നേരായ രൂപത്തിലും തെറ്റായിട്ടുള്ള രൂപത്തിലും അത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ഉഖബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമുഖത്ത് തുപ്പാണ്. റസൂലുള്ളാഹി സ്വന്തം കൈകൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം റസൂലുള്ളാഹി ഉഖബയോട് ചില വാക്കുകൾ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉഖബ ഇബ്ൻ അബി മുഈത്ത് ലഅൽഖാക ഖാരിജ മിൻ മക്ക ഇല്ലാ അലൗതു റഅസക ബിസൈഫ്. റസൂലുള്ളാഹി പറഞ്ഞു, ഓ ഉഖബ, ഇനി ഞാൻ നിന്നെ മക്കയുടെ വെളിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ദിനം, അന്നത്തെ ദിവസം ഞാൻ നിന്നെ വകവരുത്തും. അതായത് മക്കയുടെ പുറത്ത് വെച്ച് നമ്മൾ നേർക്ക് നേരെ കണ്ടുമുട്ടുന്ന ഒരു ദിനം വരാനിരിക്കുന്നുണ്ട്, അന്നത്തെ ദിവസം ഞാൻ നിന്നെ വധിക്കും. റസൂലുള്ളാഹിൻ്റെ ഒരു പ്രവചനമാണ്.
അത് കേട്ട ഉടനെ ഉഖബ അങ്ങേയറ്റം ഭയപ്പെടാണ്. കാരണം എത്ര തന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്നുണ്ടെങ്കിലും റസൂലുള്ളാഹി ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി സംഭവിക്കുമെന്ന് അവർക്ക് അകം കൊണ്ട് അറിയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി ആ ഒരു സന്ദർഭത്തിൽ ആ വാക്കുകൾ പറഞ്ഞ് കാലങ്ങൾ പിന്നിട്ട് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ്, ബദറിന് വേണ്ടി അവർ ആ സൈന്യത്തെ ഒരുക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഉഖബ കാലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കുകൾ ഓർക്കുകയാണ്. ആ ഒരു ഭയം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. കാരണം അവർ മക്കയുടെ പുറത്തേക്കാണ് പോകാനിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭയം കാരണം ഉഖബ സൈന്യത്തിൽ പങ്കെടുക്കാതെ സൈന്യത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്, യുദ്ധത്തിന് പോകാതെ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അടുത്ത നിരവധി സുഹൃത്തുക്കൾ വന്ന് ഉപദേശിക്കാൻ തുടങ്ങി. അവർ പലതും പറഞ്ഞ് അദ്ദേഹത്തെ ആ സൈന്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉഖബ താൻ പങ്കെടുക്കാതിരിക്കാനുള്ള യഥാർത്ഥ കാരണം ഉറ്റമിത്രമായിട്ട് പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടാണ് താൻ വിട്ടു നിൽക്കുന്നതെന്നുള്ള യഥാർത്ഥ കാരണം സുഹൃത്തുമായിട്ട് പങ്കുവെച്ച സന്ദർഭത്തിൽ സുഹൃത്ത് പറഞ്ഞേ അതാണ് കാരണം. അങ്ങനെയാണെങ്കിൽ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല, നിനക്കായിട്ട് അതിവേഗതയുള്ള ഒരു ഒട്ടകത്തെ ഞാൻ നിനക്ക് നൽകാം, അതിവേഗതയുള്ള ഒരു ഒട്ടകത്തെ ഞാൻ നൽകും. ആ ഒട്ടകമായിട്ട് നീ യുദ്ധത്തിന് പോയാൽ പിന്നീട് ഒരാൾക്കും നിന്നെ തൊടാൻ കഴിയില്ല, കാരണം അതിവേഗതയുള്ള ഒട്ടകമാണ്. അവസാനം ആ സുഹൃത്തുക്കളുടെ നിർബന്ധമെല്ലാം കാരണം ആ ഒട്ടകവുമായി ഉഖബ ഇബ്നു അബീ മുഈത്ത് ആ സൈന്യത്തോടൊപ്പം മനസ്സില്ലാ മനസ്സോടുകൂടെ ആ സൈന്യത്തോടൊപ്പം യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുകയാണ്. കാരണം പോയേ തീരൂ. കാരണം റസൂലുള്ളാഹിൻ്റെ ആ പ്രവചനം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ തീരുമാനം അത് നടപ്പിലാകുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. രസകരമായിട്ടുള്ള കാര്യം, മുന്നോട്ടുള്ള ചരിത്രത്തിൽ ആ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉഖബയുടെ ഒട്ടകം കുതിറി ഓടാൻ, ഉഖബയെ അവിടെ ഉപേക്ഷിച്ച് ഒട്ടകം കുതിരി ഓടുന്ന മുസ്ലിങ്ങൾ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉഖബയെ കയ്യോടെ പിടികൂടുകയാണ്. അങ്ങനെ യുദ്ധാനന്തരം യുദ്ധത്തടവുകാരിൽ 2 ആളുകൾക്കെതിരെ മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. അതൊന്ന് ഉഖബ ഇബ്നു അബീ മുഈത്തിനെതിരെയാണ്. അത് റസൂലുള്ളാഹിൻ്റെ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചുരുക്കത്തിൽ ഉഖബയും തുടക്കത്തിൽ പോകാൻ വിസമ്മതിച്ചവരുടെ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നീട് നിർബന്ധം കാരണം ഉഖബയും ആ സൈന്യത്തോടൊപ്പം പങ്കുചേരാൻ. അതേപോലെ തന്നെ നാലാമതായിട്ട് ആ സൈന്യത്തിൽ പങ്കെടുക്കാതെ തുടക്കത്തിൽ മാറിയെന്ന മറ്റൊരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് ഉമയ്യ ഇബ്നു ഖലഫ്. ഉമയ്യ ഇബ്നു ഖലഫ് നമുക്കെല്ലാം സുപരിചിതനാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനൻ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച ആ ഒരു യജമാനൻ ഉമയ്യ ഇബ്നു ഖലഫിനെ സംബന്ധിച്ച് പറയുന്നത് അമിതവണ്ണമുള്ള ഭീമാകാരനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശരീരം വെച്ച് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള ഒരു ശാരീരിക ശേഷിയൊന്നുമില്ല. അതുമാത്രമല്ല, അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം 2-3 എപ്പിസോഡുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാകും. അതായത് അദ്ദേഹത്തെ വേട്ടയാടുന്ന മറ്റൊരു ഭയമുണ്ട്. കാരണം ഉമയ്യ ഇബ്നു ഖലഫിൻ്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രമായിരുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയിൽ വന്ന സന്ദർഭത്തിൽ അബൂജഹലുമായിട്ടുള്ളൊരു വാക്ക് തർക്കം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ആ ഒരു വാക്ക് ആ തർക്കത്തിനിടയിൽ സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യ ഇബ്നു ഖലഫിനോട് പറഞ്ഞിരുന്നു, താങ്കളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുമെന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമയ്യ ഇബ്നു ഖലഫിനെ വധിക്കുക എന്നുള്ള ആ വാക്ക് കാലങ്ങളായിട്ട് അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. അദ്ദേഹം ഭാര്യയുമായിട്ടത് പങ്കുവച്ചിരുന്നു. ആ സന്ദർഭത്തിൽ ഭാര്യയും പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ആ രൂപത്തിലെല്ലാം ഭാര്യ അന്നും പ്രതികരിച്ചിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഉമയ്യ ഇബ്നു ഖലഫ് ആ സൈന്യത്തിൽ നിന്നും, ആ ഭീരുവായ ഉമയ്യ ഇബ്നു ഖലഫ് സൈന്യത്തിൽ പങ്കുചേരാതെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഉമയ്യ ഇബ്നു ഖലഫ് മക്കയിലെ പ്രധാനപ്പെട്ട പ്രമാണിയാണ്. അദ്ദേഹവും ആ സൈന്യത്തിൽ യുദ്ധത്തിൽ പങ്കുചേരുന്നില്ലെന്നുള്ള വിവരം ഉടനെ തന്നെ അവരുടെ ലീഡർ അബൂജഹലിൻ്റെ ചെവിയിലെത്തുകയാണ്. അബൂജഹൽ അത് കേട്ട ഉടനെ അദ്ദേഹത്തിന് ദേഷ്യം അടക്കാനായില്ല. അദ്ദേഹം ഉടനെ തന്നെ ഉഖബ ഇബ്നു അബീ മുഈത്തിനെ വിളിച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞ ഉഖബയെ വിളിച്ച് ഒരു കെട്ട് കുന്തിരിക്കം, അതായത് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പെർഫ്യൂം നൽകിയിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി ഉമയ്യക്ക് നൽകുക. അങ്ങനെ ഉമയ്യ കഅബാലയത്തിനരികെ അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പരസ്യമായിട്ട് ഉഖബ വന്ന് ആ പെർഫ്യൂം, അതായത് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ആ പെർഫ്യൂം നൽകിയിട്ട് പറഞ്ഞു, ഓ അബു അലി, ഇത് താങ്കൾക്കുള്ളതാണ്, താങ്കൾ ഇതും പുകച്ച് ഇവിടെ ഇരുന്നോളൂ. അതായത് അതിലൂടെ പറയുന്നത് നീ ഭീരുവാണ്, നീ സ്ത്രീകളെപ്പോലെയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഉടനെ തന്നെ ഉമയ്യ ഇബ്നു ഖലഫിന് കോപം അടക്കാനായാലും ഉമയ്യ ഉടനെ തന്നെ ഉഖബയെ ശപിച്ചു. അതേപോലെ തന്നെ അബൂജഹലിനെയും ശപിച്ചു. കാരണം അബൂജഹലാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. ഇപ്പോൾ പരസ്യമായി അത്രയും ആളുകൾക്കിടയിലിട്ട് അവഹേളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്കിടയിൽ ഞാനൊരു ഭീരുവല്ല, ഞാൻ സ്ത്രീകളെപ്പോലെയല്ല എന്നെല്ലാം തെളിയിക്കേണ്ടതുണ്ട്. അപ്പം അതിനുവേണ്ടി ആളുകൾക്കിടയിൽ, അതായത് സ്വന്തം ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അവസാനം ഗതിയില്ലാതെ ഉമയ്യ ഇബ്നു ഖലഫ് ആ യുദ്ധത്തിൽ, ആ സൈന്യത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിതനാവുകയാണ്. അതിനുവേണ്ടി അതിവേഗതയുള്ള ഒരു ഒട്ടകത്തെയെല്ലാം പോയി വാങ്ങി അവസാനം ഉമയ്യ ഇബ്നു ഖലഫും ആ സൈന്യത്തോടൊപ്പം പങ്കുചേരുകയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ അബൂലഹബ് ഒഴികെ ആ സൈന്യത്തിൽ പങ്കുചേരാതെ തുടക്കത്തിൽ മാറി നിന്ന പ്രധാനപ്പെട്ട ശത്രുക്കളെല്ലാം പിന്നീട് ആ സൈന്യത്തോടൊപ്പം ചേരുന്നൊരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന് സമീപത്ത്
നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ ആ പുണ്യ ശരീരത്തിൽ ഉഖ്ബ ഇബ്നു അബീ മുഅയ്ത്ത് ഒന്ന് ആ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തുകയാണ്. ആ ചീഞ്ഞളിഞ്ഞ അവശിഷ്ടത്തിൻ്റെ ഭാരം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് തല പൊക്കാൻ കഴിയാതെ അവിടെ തന്നെ കിടക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ട് അബൂജഹൽ ലഅനഹുല്ലാഹും സംഘവും അവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. അവർ അട്ടഹസിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ സുജൂദിൽ തന്നെ കിടക്കുന്നു. പിന്നീട് ഒരു അല്പസമയത്തിന് ശേഷം റസൂലുള്ളാഹിൻ്റെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ, കൊച്ചുകുട്ടിയാണവർ, അവർ വന്ന് അവരുടെ കൈകൊണ്ട് ഓരോന്നായിട്ട് ആ ഒരു അവശിഷ്ടങ്ങൾ ഓരോന്നായിട്ട് എടുത്തു മാറ്റുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുജൂദിൽ നിന്നും തല ഉയർത്തിയതിന് ശേഷം, നമസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി അവിടെ വെച്ചൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, ഓ അല്ലാഹ് ഖുറൈശികളെ നീ പിടികൂടണേ. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. റസൂലുള്ളാഹി 3 തവണ സലാസമറാത്ത് റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി ചില ആളുകൾക്കെതിരെ പേരെടുത്തുകൊണ്ട് റസൂലുള്ളാഹി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ വ അലൈക ബി ഉത്ബത്ത് ബിൻ റബീഅ വ ശൈബത്ത് ബിൻ റബീഅ. അതേപോലെ തന്നെ വലീദ് ബിൻ ഉത്ബ വ ഉഖ്ബ ഇബ്നു അബീ മുഅയ്ത്ത്. റസൂലുള്ളാഹി 5 ആളുകൾക്കെതിരെ പേരെടുത്തുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഓ അല്ലാഹ്, ഈ 5 ആളുകളെ നീ പിടികൂടണേ. റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥനയാണ്. ആ സംഭവം സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അതിന് സാക്ഷിയായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച ഈ 5 ആളുകൾ, ഈ ദുഷ്ടന്മാരെല്ലാം ഓരോന്നായിട്ട് ബദറിൽ നിലം പൊത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. റസൂലുള്ളാഹിൻ്റെ ആ പ്രാർത്ഥനക്കുള്ള ഉത്തരമായിരുന്നു പിന്നീട് ഇൻഷാ അല്ലാഹ് നമ്മൾ ബദറിൽ കാണാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഈ പ്രധാനപ്പെട്ട ഈ ശത്രുക്കൾ അവർ ഒന്നടങ്കം ആ സൈന്യത്തിൽ ചേരുക വഴി യഥാർത്ഥത്തിൽ അവരുടെ തന്നെ അന്ത്യത്തിലേക്കാണ് അവർ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമുഖരെല്ലാം അടങ്ങുന്ന ആ സൈന്യം, ആ മൊത്തം സൈന്യം 1300 വരുന്ന ആളുകൾ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ മക്കയിൽ ആ സൈന്യത്തെ അവർ ഒരുക്കുകൂട്ടി ആ സൈന്യം പുറപ്പെടാനിരിക്കുകയാണ്. അപ്പോൾ 1300 വരുന്ന ആ സൈന്യത്തിൽ 100 കുതിരപ്പടയാളികൾ, അശ്വഭടന്മാർ 100 ആളുകളാണ്. മുസ്ലിങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ വെറും 2 കുതിരപ്പടയാളികളാണുള്ളത്. അതേപോലെ തന്നെ 700 ഒട്ടകങ്ങൾ, 600 പടയങ്കി ധരിച്ച ആളുകൾ. ഈ രൂപത്തിൽ സർവ്വസജ്ജമായിട്ടുള്ളൊരു സൈന്യവുമായിട്ടാണ് ഖുറൈശികൾ പുറപ്പെടാനിരിക്കുന്നത്. അപ്പം മക്കയിൽ നിന്നും അവർ പുറപ്പെടാനിരിക്കെ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ്. ആദ്യത്തിൽ തന്നെ, അതായത് പല ആളുകളും ആ സൈന്യത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് തേടുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശറിൻ്റെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ സംബന്ധിച്ച് പൊതുവായി പറയുന്നുണ്ട്, തഹ്സബുഹും ജമീഅൻ വ ഖുലൂബുഹും ശത്ത. അവർ ഒരുമിച്ചാണെന്ന് നീ കരുതും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ മുഴുവൻ ഭിന്നിപ്പിലാണ്. അതായത് പുറമേക്ക് നമ്മൾ ഒരുമ കാണുന്നുണ്ടെങ്കിലും ഹൃദയങ്ങൾ അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒരു ആന്തരിക ചിത്രം, ഇൻറ്റേർണൽ പിക്ചർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരുടെ ഹൃദയങ്ങൾ മുഴുവൻ ഭിന്നിപ്പിലായിരിക്കും എന്നുള്ള. പൊതുവേ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്കിടയിലെല്ലാം ആ ഒരു ചിത്രം കാണാൻ സാധിക്കും. അപ്പോൾ അവർ പുറപ്പെടാനിരിക്കുക ആദ്യത്തെ ഒരു തർക്കം ഉയർന്നു വന്നത്, നമ്മൾ ഒരുമിച്ച് മക്ക വിട്ടു പോവാണ്. മക്കയിലുള്ള പുരുഷന്മാർ ഒന്നടങ്കം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാണ്. ഇനി മക്കയിൽ കാര്യമായിട്ട് ആരും അവശേഷിക്കുന്നില്ല. ഇനി നമ്മുടെ വീടുകളും ഭാര്യമാരും കുട്ടികളും മാത്രമാണ് മക്കയിലുള്ളത്. ആ രൂപത്തിൽ അവശേഷിച്ചു, അല്ലെങ്കിൽ ആ മക്ക ആ രൂപത്തിൽ വിട്ടുപോയാൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമുണ്ട്. കാരണം ഖുറൈശികൾ വർഷങ്ങളായിട്ട് ഭയക്കുന്ന അവരുടെ ഒരു പ്രധാന ശത്രുവുണ്ട്. അത് മറ്റാരായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന ബനൂ ബക്കർ ഗോത്രമാണ്. ആ ബനൂ ബക്കർ എന്നുള്ളത് ആ ഏരിയയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ്. അവർ ഖുറൈശികളുമായിട്ട് കാലങ്ങൾക്ക് മുമ്പേ ഖുറൈശികളുമായിട്ടൊരു ഉടക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തെല്ലാം ലഭിക്കുന്നതിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഖുറൈശികൾ ഒരു ബനൂ ബക്കർ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വധിച്ചു. ഖുറൈശികൾ ബനൂ ബക്കർ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വധിച്ചു. ആ പ്രശ്നം ഒത്തുതീർപ്പാവാതെ കാലങ്ങളായിട്ട് അങ്ങനെ കിടന്നു. അങ്ങനെ ഒരിക്കൽ ആ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരു യുവാവ്, അതായത് ചുറുചുറുക്കുള്ള, അദ്ദേഹത്തെ വിവരിക്കുന്നത് സുന്ദരനായിട്ടുള്ള ചുറുചുറുക്കുള്ള ഭാവി നേതാവാകാനിരിക്കുന്ന ഒരു ഖുറൈശി യുവാവ്, ഹഫ്സ് ബിൻ അഖ്യഫ് എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ മകനാണ്. അദ്ദേഹം ഒരിക്കൽ ആ യുവാവ് അദ്ദേഹത്തിൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ആ ബനൂ ബക്കർ ഗോത്രത്തിൻ്റെ പ്രവിശ്യയിൽ പോയി അദ്ദേഹം ഒട്ടകത്തെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ, ആ തക്കത്തിൽ ബനൂ ബക്കർ ഗോത്രത്തലവൻ്റെ മകൻ ആ ഖുറൈശി യുവാവിനെ വധിക്കുകയാണ്. ഒരു കാരണമില്ലാതെ എന്തോ അസൂയ മൂത്ത് ആ ഖുറൈശി യുവാവിനെ ആ ബനൂ ബക്കർ ഗോത്രത്തലവൻ്റെ മകന് വധിക്കുകയാണ്. അപ്പോൾ അതറിഞ്ഞ ഉടനെ തന്നെ ഖുറൈശികൾ അത്യധികം ദേഷ്യത്തോടുകൂടെ പകരം ചോദിക്കാൻ വേണ്ടി ബനൂ ബക്കർ ഗോത്രത്തലവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഗോത്രത്തലവൻ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പരസ്പരം തുല്യമായി. അതായത് നിങ്ങൾ നേരത്തെ ഞങ്ങളൊരാളുടെ വധിച്ചിട്ടുണ്ട്, അതിന് പകരമായി ഇപ്പോൾ നിങ്ങളാളെ ഞങ്ങളും വധിച്ചു. അപ്പോൾ 1-1 നമ്മൾ പരസ്പരം ഈക്വലായി, ഇനി യാതൊരു പ്രശ്നവുമില്ല, ഇനി നമ്മൾ ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഖുറൈശികൾക്ക് തോന്നിയത് ശരിയാണ്,
നമ്മൾ അവരുടെ ഒരാളെ വധിച്ചു, പകരം അവർ വധിച്ചു, ഇനി യാതൊരു പ്രശ്നവുമില്ല, അതോടുകൂടെ ആ പ്രശ്നമെല്ലാം ഒത്തുതീർപ്പായി. പക്ഷേ വധിച്ച ആ ഖുറൈശി യുവാവിൻ്റെ സഹോദരൻ മിക്രാസ്, അദ്ദേഹത്തിന് അതിൽ തൃപ്തിയായില്ല. അദ്ദേഹം അത് വിട്ടില്ല. അദ്ദേഹം പ്രതികാരദാഹത്തോടുകൂടെ തൻ്റെ സഹോദരൻ്റെ ആ വധത്തിന് അതിന് തിരിച്ചടിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു മിഷൻ പ്ലാൻ ചെയ്യുകയാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അർദ്ധരാത്രി സമർത്ഥമായി പോയി ആ ബനൂ ബക്കർ പ്രവിശ്യയിൽ കയറി അയാൾ അവരുടെ ആ ബനൂ ബക്കറിൻ്റെ പ്രധാനപ്പെട്ട ഗോത്ര തലവനെ തന്നെ അദ്ദേഹം വധിക്കുകയാണ്, മൃഗീയമായിട്ട് വധിക്കുകയാണ്. വധിച്ചു എന്ന് മാത്രമല്ല, ആ വധം നടത്തിയതിന് ശേഷം അയാളുടെ രക്തം പുരണ്ട ഷർട്ടും വാളെല്ലാം കൊണ്ടുവന്ന് അത് കഅബാലയത്തിന് മുകളിൽ കെട്ടിത്തൂക്കുകയും ചെയ്തു. അതോടുകൂടി അത് ചില്ലറക്കാരനല്ല ബനൂ ബക്കറിൻ്റെ പ്രധാനപ്പെട്ട ഗോത്ര തലവനാണ് വധിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ ബനൂ ബക്കർ ഗോത്രക്കാർ മുഴുവൻ ഇളകുകയാണ്. ഏത് സന്ദർഭത്തിലും അവർ ഖുറൈശികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടും. പക്ഷേ ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിക്കുന്നതും മക്കയിലുള്ള സാഹചര്യങ്ങൾ മുഴുവൻ മാറുകയാണ്. അതോടുകൂടെ ചിത്രങ്ങളെല്ലാം മാറി. പിന്നീട് അവർ തമ്മിലുള്ള ആ പ്രശ്നം അവിടെ പോസായിട്ട് നിൽക്കുകയാണ്. പിന്നീട് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഏത് സന്ദർഭത്തിലും ബനൂ ബക്കർ ഗോത്രക്കാർ ആ കൊലപാതകത്തിന് പകരം ചോദിച്ചേക്കാം. അത് ഏതൊരു സന്ദർഭത്തിൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഭയമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഖുറൈശികളെ വേട്ടയാടുന്നത്. ഇപ്പോൾ സൈന്യത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നമ്മൾ ഒന്നടങ്കം മക്ക വിട്ടു പോകുന്നത് അപകടമാണ്, ഒരല്പം ആളുകൾ ഇവിടെ അവശേഷിക്കേണ്ടതുണ്ട്, കാരണം നമ്മുടെ അഭാവത്തിലെങ്ങാനും ആ ബനൂ ബക്കർ ഗോത്രക്കാർ വന്ന് മക്കയെ ആക്രമിച്ചാലോ. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു തർക്കം അവർക്കിടയിൽ ഉയർന്നു വന്ന സന്ദർഭത്തിൽ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അദൃശ്യലോകത്തു നിന്ന് അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് അങ്ങേയറ്റം അസ്വസ്ഥമാണ്. പിശാച് ആ സന്ദർഭത്തിൽ അവർക്കിടയിൽ ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാണ്. നേരത്തെ മുമ്പും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഹിജ്റയുടെ ആ രാത്രി അർദ്ധരാത്രി അവർ ഒരു രഹസ്യ മീറ്റിംഗ് ദാറുനദുബയിൽ കൂടിയ സന്ദർഭത്തിലും പിശാച് ആ സന്ദർഭത്തിലും ഒരു പരിക്കം വേഷമണിഞ്ഞ് ഒരു നജ്ദിയൻ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന് നിരവധി നിർദ്ദേശങ്ങൾ അവരിലേക്ക് കൈമാറിയ ചരിത്രം ഓർക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ പിശാച് അവർക്കിടയിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് ഫീ സൂറത്തി സുറാഖ ബിൻ മാലിക് അൽ ജുഅശം, സുറാഖ ബിൻ മാലിക് എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ രൂപത്തിലാണ് പിശാച് അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. സുറാഖ ബിൻ മാലിക് നമുക്കറിയാം, ഹിജ്റയുടെ ചരിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഹിജ്റയുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പിന്തുടർന്ന അതേ സുറാഖ ബിൻ മാലിക്, അദ്ദേഹം ഈ സന്ദർഭത്തിൽ മുസ്ലിമല്ല, പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. സുറാഖ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് പിശാച് സുറാഖയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഖുറൈശികൾ അവർ പ്രശ്നത്തിലായിരിക്കുന്ന ആ ബനൂ ബക്കർ ഗോത്രം, ആ ബനൂ ബക്കർ ഗോത്രത്തിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ് ബനൂ കിനാന. അതായത് ബനൂ ബക്കറിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സബ് ട്രൈബാണ് ബനൂ കിനാന. ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഖുറൈശി എന്നുള്ള ബലിയ ഗോത്രത്തിൻ്റെ കീഴിൽ ബനൂ ഹാഷിം, അതേ രൂപത്തിൽ. ഇപ്പോൾ ബനൂ കിനാന എന്നുള്ളത് ബനൂ ബക്കറിലെ പ്രധാനപ്പെട്ട ഗോത്രമാണ്. ആ ബനൂ കിനാനയുടെ തലവനാണ് സുറാഖ ബിൻ മാലിക്. ഇപ്പോൾ പിശാച് ആ രൂപത്തിൽ സുറാഖ ബിൻ മാലിക്കിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം പിശാച് ഞാൻ പറഞ്ഞു അങ്ങേയറ്റം അസ്വസ്ഥമാണ്. കാരണം ഖുറൈശികൾ ഈ ഒരു സന്ദർഭത്തിൽ പുറപ്പെടാനിരിക്കുന്ന ആ സന്ദർഭത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ മക്കയിൽ അവശേഷിക്കുകയാണെങ്കിൽ ആ സൈന്യത്തിൻ്റെ ശക്തി കുറയും. ആ സൈന്യത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ ആ രൂപത്തിൽ, അതായത് ആ മുസ്ലിങ്ങൾക്കെതിരെ പോരാടുന്ന സന്ദർഭത്തിലെല്ലാം അതിനെ ബാധിക്കും. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ആ സത്യത്തിൻ്റെ പാത അത് നശിപ്പിക്കുക, അത് മാത്രമാണ് പിശാചിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പിശാചിന് അസ്വസ്ഥത തോന്നിയതും അവർക്കിടയിലേക്ക് ആ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചിത്രങ്ങളെല്ലാം ഒപ്പിയെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രംഗം ചിത്രീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ബദറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സൂറത്തുൽ അൻഫാലാണ്. സൂറത്തുൽ അൻഫാലിൻ്റെ കോണ്ടക്സ്റ്റ് എന്നുള്ളത് ബദറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രംഗം സൂറത്തുൽ അൻഫാലിൻ്റെ 48-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് ചിത്രീകരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് സയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും, പിശാച് അവരുടെ കർമ്മം, അവർ ചെയ്യുന്ന എല്ലാ തെറ്റിനെയും പിശാച് അവർക്ക് ശരിയാക്കി കാണിച്ചു കൊടുത്തു, അതെല്ലാം ഭംഗിയുള്ളതാക്കി പിശാച് അവരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമുക്കറിയാം, പിശാച് സുറാഖയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പിശാച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ബനൂ ബക്കറിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ്, ബനൂ ബക്കറിൻ്റെ കാര്യം ഞാൻ ഏറ്റു. അവരൊരിക്കലും നിങ്ങളുടെ അഭാവത്തിൽ മക്കയെ ആക്രമിക്കാൻ പോകില്ല, ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. ആ കാരണത്താൽ നിങ്ങൾ ഏതായാലും ഈ സമയത്ത് തർക്കിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല. അപ്പോൾ അത് ചില്ലറക്കാരല്ല, വാക്ക് നൽകുന്ന ആൾ ബനൂ കിനാന ഗോത്രത്തിൻ്റെ തലവനാണ്. സുറാഖയാണ് വാക്ക് നൽകുന്നത്. അതായത് വേഷപ്രച്ഛന്നനാണ്, ഖുറൈശികൾ അറിയുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ജാഹിലിയ കാലത്ത് ഏതെങ്കിലും ഒരു ഗോത്ര തലവൻ നൽകുന്ന വാക്കിന് വലിയ വിലയാണ്. അപ്പോൾ അത് കേട്ടതോടുകൂടെ ഖുറൈശികൾക്ക് അങ്ങേയറ്റ സന്തോഷമായി. ആ ഒരു ഭയം അവർക്ക് വിട്ടുമാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല
അത് ആ സംഭവമാണ് പിന്നീട് തുടർന്നും ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. പിശാച് പറഞ്ഞു വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, ഇന്നത്തെ ദിവസം നിങ്ങളെ ഒരാൾക്കും തോൽപ്പിക്കാൻ, നിങ്ങളെ ഒരാൾക്കും കീഴടക്കാൻ സാധ്യമല്ല. പിശാച് ആ രൂപത്തിലെല്ലാം പറഞ്ഞു. അതിനുശേഷം പിശാച് പറഞ്ഞു ഇന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ സംരക്ഷകനായിട്ട് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പിശാച് പറഞ്ഞു. അത് കേവലം പറയുക മാത്രമല്ല, തഫ്സീറിൽ കാണാൻ സാധിക്കും വസാറ മഅഹും മൻസിലത്തൻ. പിശാച് അത് പറഞ്ഞ് അവരോടൊപ്പം, ആ സൈന്യത്തോടൊപ്പം അവരുടെ മുന്നിൽ ആ യുദ്ധത്തിന് വേണ്ടി പിശാചും അവരോടൊപ്പം ഇറങ്ങി പുറപ്പെടാണ്. ആ സൈന്യത്തിൽ വേഷപ്രച്ഛന്നനായിട്ടുള്ള പിശാച്, സുറാഖയുടെ വേഷത്തിലുള്ള പിശാചും ആ സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ആയത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ യുദ്ധക്കളത്തിലെത്തിയ സന്ദർഭത്തിൽ, ബദറിലെത്തിയ സന്ദർഭത്തിൽ, ആ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ പിന്നീട് സംഭവിച്ച ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ തുടർന്ന് നഖസ അലാ അഖിബൈഹി വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൂൻ, പിശാച് അവിടെ വെച്ച് നടത്തുന്ന പിന്മാറ്റം, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പറയും. അപ്പോൾ പിശാചിൻ്റെ ആ വാക്കും വിശ്വസിച്ച് 1300ഓളം വരുന്ന ആ സൈന്യം മക്കയിൽ നിന്നും പുറപ്പെടുകയാണ്. അപ്പോൾ അവർ മക്ക വിട്ടു പോകുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായിട്ട് അവർ നടത്തിയൊരു പ്രാർത്ഥന തഫ്സീറുകൾ ഇബ്നു കസീർ അതേപോലെ സുദ്ദിയിലെല്ലാം അവർ ഉദ്ധരിക്കുന്നുണ്ട്. ആ മക്ക വിട്ടു പോകുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് ആ സൈന്യത്തിൻ്റെ നായകൻ അബൂജഹൽ ലഅനഹുല്ലാഹ്, അബൂജഹൽ അവസാനമായിട്ട് ആ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് നടത്തിയൊരു പ്രാർത്ഥന. അബൂജഹൽ പറഞ്ഞു, അല്ലാഹ് സത്യത്തിൻ്റെ ആളുകളെ നീ വിജയിപ്പിക്കണേ, സത്യത്തിൻ്റെ ആളുകളെ നീ വിജയിപ്പിക്കണം, അക്രമികളായിട്ടുള്ള ആളുകളെ തോൽപ്പിച്ച് അവരെ നീ അപമാനിതരാക്കണേ എന്ന് അവസാനമായിട്ട് അവരൊരു പ്രാർത്ഥന നടത്തിയെന്നുള്ളത് സത്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്കെതിരെ തന്നെ നടത്തുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു യാഥാർത്ഥ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാസ രൂപത്തിൽ ഒപ്പിയെടുത്ത് സൂറത്തുൽ അൻഫാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. സൂറത്തുൽ അൻഫാൽ ബദർ യുദ്ധത്തിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇപ്പോൾ യുദ്ധാനന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്തുൽ അൻഫാലിലെ 19-ാമത്തെ വചനത്തിൽ ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഒരു തീരുമാനം തേടുന്നെങ്കിൽ, അതായത് സത്യത്തിൻ്റെ ആളുകളെ വിജയിപ്പിക്കണേ എന്നായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചതെങ്കിൽ, യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൻ്റെ ആളുകളെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഖുറൈശികളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്. കാരണം മുസ്ലിങ്ങളുടെ പ്രാർത്ഥന സൂറത്തുൽ അൻഫാലിലെ നേരത്തെ 9-ാമത്തെ വചനത്തിൽ ഇത് തസ്തഈസൂന റബ്ബക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇതേ സന്ദർഭത്തിൽ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് പറയുന്നത്. സത്യത്തിൻ്റെ വിഭാഗത്തെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു, അതേതാണെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ബോധ്യമായല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിൻ്റെ ശേഷം പറയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ വീണ്ടും പറഞ്ഞു വ ഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അപ്പോൾ നിങ്ങൾക്ക് സത്യം ഏതാണെന്നെല്ലാം മനസ്സിലായി, ഇനി നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി നിങ്ങൾ ഈ ഒരു മാർഗത്തിൽ നിന്നും വിരമിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ എത്ര എണ്ണ കൂടുതലുണ്ടായാലും നിങ്ങൾക്കതൊന്നും ഉപകരിക്കാൻ പോകുന്നില്ല. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന താക്കീതാണ് ആ ഒരു ആയത്തിൽ കാണാൻ സാധിക്കുക. ഏതായിരുന്നാലും അവസാനം ആ കഅബയുടെ കില്ലെല്ലാം പിടിച്ച് ആ പ്രാർത്ഥിച്ച് ആ സംഘം, അതായത് സർവായുധ സജ്ജരായിട്ടുള്ള ആ സംഘം ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ അവരുടെ അഹങ്കാരത്തോടു കൂടെയുള്ള ഒരു പുറപ്പാടിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കാരണം അവരിറങ്ങി പുറപ്പെട്ടത് ആ സർവ്വസജ്ജരായിട്ടുള്ള സൈന്യത്തോടൊപ്പം സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, അതേപോലെ തന്നെ നിരവധി വീപ്പകൾ, മദ്യത്തിൻ്റെ വീപ്പകൾ, അതേപോലെ തന്നെ അവരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി നിരവധി നർത്തകിമാർ, അതായത് നമ്മുടെ ആധുനിക ഭാഷയിൽ ചീർ ഗേൾസ്, അതായത് നേരം പോക്കിനും അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി നിരവധി ഇതേ രൂപത്തിലുള്ള നർത്തകികളായിട്ടുള്ള ആളുകൾ, ആ രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് ഖുറൈശി സൈന്യം പുറപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ചും സൂറത്തുൽ അൻഫാലിലെ 47-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വലാ തകൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്റൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതായത് നിങ്ങൾ ഒരിക്കലും ഒരു വിഭാഗത്തെ പോലെ ആകരുത്. അവർ അഹങ്കാരത്തോടു കൂടെ, അതേപോലെ തന്നെ വരിആ അന്നാസ്, ജനങ്ങളെ കാണിക്കാനും വയസുദ്ദൂന അൻ സബീലില്ല, ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയെല്ലാം വളരെ ഇതേ രൂപത്തിൽ അഹങ്കാരത്തോടു കൂടെ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ റെഫർ ചെയ്യുന്നത് മക്കയിൽ നിന്നുള്ള അവരുടെ പുറപ്പാടിനെ സംബന്ധിച്ചാണ്. അത്യാർഭാടത്തോടു കൂടെ മക്കയിൽ നിന്നും അവർ ബദറിലേക്ക് അഹങ്കാരത്തോടു കൂടെ അവരെ ഇറങ്ങി പുറപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പുറപ്പാടാണ് ആയത്തിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുടനീളം അവരുടെ ആ ശക്തി പ്രഭാവം, അതേപോലെ തന്നെ അവരുടെ ആ സംഘബലം, ആയുധബലം എല്ലാം അവർ കൊട്ടിപ്പാടി താവളമടിച്ച് മദ്യം കടിച്ചും അതേപോലെ തന്നെ നൃത്തവും സംഗീതവും എല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് അവർ ആ ബദറിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറുവശത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ക്യാമറകളായിട്ട് പറഞ്ഞു, രണ്ടാമത്തെ ക്യാമറ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അബൂ സുഫിയാനിലേക്കാണ്. അപ്പോൾ അബൂ സുഫിയാൻ മുസ്ലിങ്ങൾ പിന്തുടരുന്നുണ്ടെന്നുള്ള ആ സൂചന ലഭിച്ച ഉടനെ തന്നെ അബൂ സുഫിയാൻ മറ്റൊരു വഴി മക്കയിലേക്ക് സഞ്ചരിക്കുകയാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ റൂട്ട് മാപ്പ് കാണുന്നുണ്ടാവും, കൃത്യമായിട്ട് അതിലേക്ക് നോക്കുക.
യഥാർത്ഥത്തിലുള്ള സിറിയയിലേക്ക് അവർ യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരുന്ന ആ പാതയാണ് ആ നീല ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത്. അതായിരുന്നു അവരുടെ യഥാർത്ഥത്തിലുള്ള സഞ്ചാരപാത, ബദർ ടച്ച് ചെയ്തുകൊണ്ടുള്ള സഞ്ചാരപാത. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അപകടം മനസ്സിലാക്കിയ അബൂ സുഫിയാൻ അതുവഴി പോകാതെ ബദറിൻ്റെ പിറകിലൂടെ, അതായത് ആ ചെങ്കടൽ തീരത്തിലൂടെ, അതായത് ആ ചുവന്ന വരയായിട്ട് കാണിച്ചിട്ടുള്ളത് അതുവഴി അബൂ സുഫിയാൻ മക്കയിലേക്ക് രക്ഷപ്പെടാൻ. റൂട്ട് മാപ്പ് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് കാണാം മുസ്ലിങ്ങൾ ആ ബദറിൻ്റെ വടക്ക് ഭാഗത്തു നിന്നാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ നിന്നും ആ ഭാഗത്തൂടെയാണ് അവർ ബദറിലേക്ക് പ്രവേശിക്കുന്നത്. ഖുറൈശികൾ തെക്ക് ഭാഗത്തു നിന്നാണ് ബദറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ രണ്ടാളുകളും തമ്പ എന്നൊരു താഴ്വരയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ മറ്റൊരു ചിത്രത്തിലൂടെ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ അബൂ സുഫിയാൻ ഈ ഒരു സന്ദർഭത്തിൽ വഴിമാറി സഞ്ചരിച്ച് സുരക്ഷിതമായി മക്കയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബൂ സുഫിയാൻ ഏതായാലും ആ കാരവൻ രക്ഷപ്പെട്ടു. ആ കാരവൻ രക്ഷപ്പെട്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം രണ്ടാമത് വീണ്ടും അബൂ സുഫിയാൻ വീണ്ടും ഒരു സന്ദേശവാഹകനെ ഖുറൈശികളിലേക്ക് അയക്കാണ്. നേരത്തെ ലംലമിനെ അപകട വാർത്ത അറിയിക്കാൻ വേണ്ടി അയച്ചിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ രണ്ടാമത് വീണ്ടും ഒരു സന്ദേശവാഹകനെ അയച്ചു. അദ്ദേഹത്തിന് നൽകിയ, അതായത് ആ സന്ദേശവാഹകനിലൂടെ നൽകിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സ്വത്തും ജീവനും അതെല്ലാം സേഫാണ്, കാരവൻ ഒന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എല്ലാം സേഫാണ്, നിങ്ങൾക്ക് ഇനി തിരിച്ചു പോകാം. അതായത് നിങ്ങൾ വരേണ്ടതില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം, ഞങ്ങൾ ഉടനെ തന്നെ മക്കയിലേക്ക് എത്തുമെന്നുള്ള ഒരു മെസ്സേജ് അബൂ സുഫിയാൻ ഈ ഒരു സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് ഖുറൈശികൾക്ക് കൈമാറാം. അബൂ സുഫിയാൻ അയച്ച രണ്ടാമത്തെ സന്ദേശവാഹകൻ അതിവേഗത്തിൽ കുതിച്ച് ഖുറൈശി സൈന്യങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും ആ സൈന്യം ഒരൽപ്പം സഞ്ചരിച്ച് ജുഹ്ഫ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ആ സന്ദേശവാഹകം വന്ന് ആ ഒരു മെസ്സേജ് കൈമാറി, അതായത് കാരവൻ സേഫാണ്, നിങ്ങൾക്ക് മടങ്ങാം. ആ ഒരു മെസ്സേജ് ലഭിച്ച സന്ദർഭത്തിലും ആ സൈന്യത്തിനിടയിൽ വീണ്ടും ഒരു അഭിപ്രായ വ്യത്യാസം ഉയരാണ്. അധികം ആളുകളും പറഞ്ഞു യുദ്ധം വേണ്ട, ഇനി നമുക്ക് മടങ്ങാം, കാരണം നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടത് ഈ ഒരു ലക്ഷ്യമായിട്ടാണ്, കാരവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഏതായാലും കാരവൻ സേഫാണ്, ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ സൈന്യത്തിൽ വലിയൊരു വിഭാഗത്തിന് അതേ അഭിപ്രായമായിരുന്നു. പക്ഷേ ഈ ഒരു വിവരം അറിഞ്ഞ സന്ദർഭത്തിൽ അവരുടെ നായകനായിരുന്ന ധിക്കാരിയായ അബൂജഹൽ അനൗല്ല, അബൂജഹൽ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണ്, നമ്മൾ ഒരിക്കലും പിന്തിരിയാൻ പോകുന്നില്ല, മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഇറങ്ങിയത്, മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് നമ്മൾ ബദറിലേക്ക് തന്നെ പോകും, അവിടെ 2-3 ദിവസം നമ്മൾ ആടിയും പാടിയും കുടിച്ചും കൂത്താടി നമ്മൾ അവിടെ ആഘോഷിക്കും, അങ്ങനെ നമ്മുടെ ആ ഒരു ശക്തി മറ്റുള്ള ആളുകൾ മുസ്ലിങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ, അതല്ലാതെ നമ്മളൊരടി പിന്മാറില്ലെന്ന് ധിക്കാരത്തോടുകൂടെ അബൂജഹൽ പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആയത്ത് ഇവിടെ നമ്മൾ ചേർത്ത് വെക്കുക, ഖറജൂ മിൻ ദിയാരിഹിം ബത്റൻ വരിആ അന്നാസ്, അതായത് അഹങ്കാരത്തോടുകൂടെ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആ ഖുറൈശികളുടെ ആ സമീപനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ചിത്രീകരിക്കുന്നത്. ആ രൂപത്തിൽ അബൂജഹൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സൈന്യത്തിലുണ്ടായിരുന്ന വലിയൊരു വിഭാഗം ആളുകൾക്കും അബൂജഹലിൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ അബൂജഹലിനോട് മറുത്തു പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, അവർ ഭയന്നു എന്നുള്ള ആ രൂപത്തിലുള്ള ഒരു നേതാവായിരുന്നു അബൂജഹൽ. പക്ഷേ അതേ സന്ദർഭത്തിൽ ഒരല്പം ആളുകൾ അബൂജഹലിൻ്റെ ആജ്ഞ ലംഘിച്ച് ഒരല്പം ആളുകൾ ആ ഒരു പോയിന്റിൽ വെച്ച് അവർ മടങ്ങാണ്. പ്രധാനമായിട്ട് അഖ്നസ് ഇബ്നു ശുറൈഖിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗോത്രം ബനൂ സുഹ്റ ഗോത്രം അവരവിടെ വെച്ചുകൊണ്ട് അവർ മടങ്ങാൻ തീരുമാനിക്കുക. അവർ പറഞ്ഞു, നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് കാരവൻ്റെ ഒരാവശ്യത്തിനാണ്, ഏതായാലും ഇനി ആവശ്യമില്ല, ഞങ്ങൾ മടങ്ങാണെന്ന് പറഞ്ഞ് 1300 നിന്നും 300ഓളം ആളുകൾ ആ ഒരു പോയിന്റിൽ വെച്ച് അവർ മടങ്ങുകയാണ്. അങ്ങനെ സൈന്യം 1300 നിന്നും 1000 ചുരുങ്ങുകയാണ്. അതേപോലെ തന്നെ ആ സൈന്യത്തിലുണ്ടായിരുന്ന പ്രധാനമായിട്ട് ബനൂ ഹാശിം ഗോത്രത്തിലുണ്ടായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ മടങ്ങാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. പക്ഷേ അബൂജഹൽ അവരെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് അവരെ പങ്കെടുപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ തൊട്ട് മുമ്പ് ഈ ഒരു കാര്യം അവരെ ഉണർത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമ്മൾ പറയും. അപ്പോൾ ഈ രൂപത്തിൽ ആ ഖുറൈശി 1300 1000ഓളം വരുന്ന ആ ഖുറൈശി സംഘം അഹങ്കാരത്തോടുകൂടി അവർ ആ ബദർ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ നടന്നു നീങ്ങുകയാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഭാഗം, മൂന്നാമത്തെ ക്യാമറ മുസ്ലിം ക്യാമ്പിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ആ കൊച്ചു സംഘം ബദറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം അവർ പിന്നിട്ട സന്ദർഭത്തിൽ അബൂ സുഫിയാനെ സഹായിക്കാൻ വേണ്ടി മക്കയിൽ നിന്നൊരു സംഘം പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു കിംവദന്തി അവിടെ പരക്കാൻ തുടങ്ങി. അതായത് വഴിയിലുടനീളം ജീവിക്കുന്ന നിരവധി ഗോത്രക്കാരുണ്ട്, അവരിൽ നിന്നെല്ലാം മുസ്ലിം ചാരന്മാർ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു കിംവദന്തി അവിടെ പരന്നു, ഉറപ്പിക്കാനായിട്ടില്ല. അതേപോലെ തന്നെ ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഓഫർ, ഒരു വാഗ്ദാനവും നൽകി. ആ വാഗ്ദാനവും സൂറത്തുൽ അൻഫാലിൻ്റെ ആരംഭ ഭാഗത്ത് 7ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വാഇഫതൈനി അന്നഹാ ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ രണ്ടിൽ ഏതെങ്കിലും ഒരു സംഘത്തെ നിങ്ങൾക്ക് നൽകുമെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘത്തിനെതിരെ വിജയം ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുക. ഏതാണ് 2 സംഘം? ഒന്നുകിൽ അബൂ സുഫിയാൻ്റെ കാരവൻ, അതല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സംശയം ആണെന്ന് അവർ സംശയിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സൈന്യം, ഏതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്.
പക്ഷേ മുസ്ലിം സൈന്യം ഒന്നടങ്കം ഗൈറദാത്തി ഷൗക്ക, അവർ മുഴുവൻ ആ കച്ചവട കാരവനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ. കാരണം അതാണ് എളുപ്പം, അതായിരുന്നു മുസ്ലിങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാന് മറ്റൊന്നായിരുന്നു. അപ്പോൾ ആ സൈന്യം വരുന്നുണ്ടെന്നുള്ള സൂചന ലഭിച്ച സന്ദർഭത്തിൽ മുസ്ലിം സൈന്യത്തിലുണ്ടായിരുന്ന സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അതായത് ഇനി സൈന്യം വരികയാണെങ്കിൽ, അതായത് നമ്മൾ കേട്ട വാർത്ത ശരിയാണെങ്കിൽ അവരുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണോ? നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലല്ലോ ഇറങ്ങി പുറപ്പെട്ടത്, നമ്മൾ കാരവൻ ലക്ഷ്യം വെച്ചല്ലേ നമ്മൾ ഇറങ്ങിയത്. ആ രൂപത്തിൽ അവർ പ്രതികരിക്കുകയാണ്. അവരെ തിരുത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 5-6 ആയത്തുകൾ സൂറത്തുൽ അൻഫാലിൻ്റെ 5-6 വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന ഫരീഖം മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, വിശ്വാസികളിൽപ്പെട്ട മുഅ്മിനീന അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു. മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകൾ അതിനെ വെറുത്തു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിക്കുകയാണ് 6-ാമത്തെ ആയത്തിൽ, യുജാദിലൂനക ഫിൽ ഹഖ്ഖി ബഅദമാ തബയ്യന കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷവും അവർ നിന്നോട് വിയോജിപ്പ് രേഖപ്പെടുത്തി, അവർ മരണത്തെ എങ്ങാനും മുന്നിൽ കാണുന്നത് പോലെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഓൾറെഡി വാഗ്ദാനം, ഇത് യഅദുക്കുമുല്ലാഹു ഇഹ്ദ ത്വാഇഫതൈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി വിജയെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ രൂപത്തിൽ മരണം മുന്നിൽ കാണുന്നത് പോലെ അവർ സംസാരിച്ചു. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. അതാണ് 5-6 ആയത്തുകൾ. ആ സൈന്യം ഏകദേശം, മുസ്ലിം സൈന്യം ഏകദേശം ബദറിനോട് അടുത്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേരിട്ട് ആ വാർത്ത ശരിയാണോ, അതായത് സൈന്യം വരുന്നുണ്ടോ എന്നുള്ള ആ വാർത്ത പരിശോധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഇറങ്ങാൻ. ഇപ്പോൾ പൊതുവെ യുദ്ധങ്ങളുടെ ചരിത്രം എല്ലാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള സ്വഹാബികൾ ഇതേ രൂപത്തിൽ വിവരം കളക്ട് ചെയ്യാനും രഹസ്യ വിവരങ്ങൾ കളക്ട് ചെയ്യാനെല്ലാം റസൂലുള്ളാഹി പറഞ്ഞയക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ പതിവിന് വിരുദ്ധമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേരിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇറങ്ങി പുറപ്പെടാൻ. ഒരു പക്ഷേ സീറയിൽ മറ്റൊരു സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ പോയതായിട്ട് മറ്റൊരു സന്ദർഭത്തിലും കാണാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ബദറിൻ്റെ ആ ഒരു സാഹചര്യത്തിൻ്റെ തീവ്രത കൊണ്ടായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേരിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ സൈന്യത്തെ അവിടെ നിർത്തി വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിൽ നീങ്ങാൻ. ഒരല്പം അവർ സഞ്ചരിച്ച സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് അവരൊരു വൃദ്ധനെ കണ്ടുമുട്ടുകയാണ്. ആ ഏരിയയിൽ ജീവിക്കുന്ന, ആ മരുഭൂമി ആ ഏരിയയിൽ ജീവിക്കുന്ന ഏതോ ഗോത്രക്കാരൻ, ബതുക്കളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായിട്ട് അവരിൽ നിന്നും വിവരം ശേഖരിക്കാൻ വേണ്ടി ആ വഴിയിൽ കണ്ടുമുട്ടിയ വൃദ്ധനോട് റസൂലുള്ളാഹി അറിയാത്തതുപോലെ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിവരമുണ്ടോ? അതായത് മുഹമ്മദിൻ്റെ സംഘവും ഖുറൈശി സംഘവും ഇപ്പോൾ എവിടെയുണ്ട്, എവിടെയാണ് അവരുള്ളത്? അപ്പോൾ സമർത്ഥമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ചോദിക്കുന്നത് ആരാണെന്ന് ഒരിക്കലും അറിയാൻ പാടില്ല. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എനിക്കറിയാം, അതായത് ചില വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ നിങ്ങൾ എവിടെ നിന്നാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചോദിച്ച ആ വിവരം നിങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ ഞങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ പറയാം. അങ്ങനെ ആ സന്ദർഭത്തിൽ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് മുഹമ്മദും അനുയായികളും ഇന്ന ദിവസം മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആ വിവരം ശരിയാണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഏകദേശം അവർ ഈ ഒരു സ്ഥലത്ത് എത്തിക്കാണണം. വൃദ്ധൻ ആ ഒരു അനുമാനം പറയാണ്. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, ആ വൃദ്ധൻ നൽകിയ ആ ഒരു സ്പോട്ട് കൃത്യമായിരുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം സൈന്യം അവിടെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം മുസ്ലിം സൈന്യത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി ചോദിക്കുന്നത്. കാരണം ഒരിക്കലും ആ വിവരം ചോരാൻ പാടില്ല. ശേഷം അദ്ദേഹം തുടരാണ്. അദ്ദേഹം പറഞ്ഞു, അതേപോലെ ഖുറൈശികൾ ഇന്ന ദിവസം മക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് വിവരം ശരിയാണെങ്കിൽ അവർ ഏകദേശം ഈ സമയത്ത് ഈ ഒരു സ്ഥലത്ത് എത്തിക്കാണണം. കൃത്യമായിട്ട് ആ വൃദ്ധൻ അതും പറയാണ്. അപ്പോൾ ആ വൃദ്ധനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ട വിവരം കൃത്യമായിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ ഖുറൈശികൾ വരുന്നുണ്ടെന്നുള്ള ആ വാർത്ത അതോടുകൂടെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ആ വാർത്ത ലഭിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവർ തിരിച്ചു പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ ആ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതിന് കൃത്യമായിട്ട് ഞാൻ മറുപടി പറഞ്ഞു, ഇനി നിങ്ങൾ എവിടെ നിന്നാണെന്ന് നിങ്ങൾ പറയണം. ആ സന്ദർഭത്തിൽ അവരാ വൃദ്ധന് നൽകിയ മറുപടി, നഹ്നു മിൻ മാ, ഞങ്ങൾ വെള്ളത്തിൽ നിന്നാണ് ഞങ്ങൾ. യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ശരിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ്. അത് കളവല്ല, യഥാർത്ഥത്തിൽ ഡബിൾ മീനിങ് തൗരിയ എന്ന് പറയും. അതായത് ഇത്തരം സാഹചര്യങ്ങൾ നമുക്കറിയാം, നോർമൽ സിറ്റുവേഷനെല്ലാം മറിച്ച് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ്. അൽ ഹർബ് ഖുദ, നേരത്തെ പറഞ്ഞ ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ രൂപത്തിൽ സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ നേരത്തെ ഹിജ്റയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഹിജ്റ യാത്രാവേളയിൽ ഏതോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരിചയക്കാർ ഇതാരാണെന്ന് ചോദിച്ച സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ നൽകിയ മറുപടി, ഹാദി യഹ്ദീനി സബീൽ, ഇത് എന്നെ വഴി കാണിക്കുന്ന വഴികാട്ടിയാണ്.
അപ്പോൾ അവർ കരുതുന്നത് മറ്റൊന്നും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത് മറ്റൊന്നും. ആ രൂപത്തിൽ അത്തരം സാഹചര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ നിന്നാണെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രയായി. ഉടനെ തന്നെ ആ വൃദ്ധനെന്ന കൺഫ്യൂഷനിലാവാണ്. അദ്ദേഹം ഉറക്കെ വിളിച്ചു വെച്ച് ഏത് വെള്ളത്തിൽ നിന്ന്, ഇറാഖിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ്? ആ രൂപത്തിലുള്ള ചോദ്യങ്ങളെല്ലാം അദ്ദേഹം ചോദിക്കുന്നതായിരുന്നു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ സൈന്യത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയ ഉടനെ തന്നെ റസൂലുള്ള നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ മുസ്ലിം സൈന്യം മുഴുവൻ സൂക്ഷ്മമായിട്ട് ആ നാനാഭാഗത്തേക്കും അവരിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലുണ്ടായ മറ്റൊരു സംഭവം സ്വഹീഹ് മുസ്ലിമിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ അവർ ഏകദേശം ബദറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ബദറിന് സമീപത്തുണ്ടായിരുന്ന ആ കിണറ്റിൽ അപരിചിതരായിട്ടുള്ള 2 അടിമകൾ വെള്ളം കോരാൻ വേണ്ടി വരികയാണ്. അപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ആ 2 ആളുകൾ കയ്യോടെ പിടികൂടി അവരെ ബന്ധനസ്ഥനാക്കി മുസ്ലിം ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ മുസ്ലിങ്ങൾ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഖുറൈശി സൈന്യത്തോടൊപ്പം വന്ന ആളുകളാണ്. ഇപ്പോൾ ഖുറൈശി സൈന്യം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കച്ചവട കാരവനാണ്. അപ്പോൾ അവർ വീണ്ടും അവരെ കൊണ്ട് പറയിച്ചതല്ല, നിങ്ങൾ കളവാണ് പറയുന്നത്, നിങ്ങൾ അബൂ സുഫിയാൻ്റെ കാരവൻ്റെ കൂടെയുള്ള ആളുകളല്ല, സത്യം പറയണം. ആ രൂപത്തിൽ അവർ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പൂർത്തിയാക്കി റസൂലുള്ള അവരിലേക്ക് വന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതദ്രിബൂനഹു ഇദാ സദഖ്തും വതത്രകുനഹു ഇദാ കദബ്തും. വല്ലാഹി നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം അവരാദ്യം പറഞ്ഞത് സത്യമാണ്. അതായത് അവർ സൈന്യത്തോടൊപ്പമുള്ള ആളുകളാണ്. അവർ സൈന്യത്തോടൊപ്പമാണെന്ന് നിങ്ങളോട് സത്യം പറഞ്ഞിട്ട് വീണ്ടും അവരെ കൊണ്ട് നിങ്ങൾ നിർബന്ധിച്ച് കളവ് പറയിപ്പിക്കുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതായത് ആ ഖുറൈശി സൈന്യം വരുന്നുണ്ടെന്നുള്ള ആ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലൂടെ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അതവർ കേൾക്കുകയാണ്. അപ്പം അതോടുകൂടെ ഒരു കാര്യം മുസ്ലിം ക്യാമ്പിലുള്ള മുഴുവൻ ആളുകൾക്കൊരു കാര്യം ഉറപ്പായി. അതായത് ഞങ്ങൾ നേരിടാൻ പോകുന്നത് അബൂ സുഫിയാൻ്റെ കാരവനല്ല. അബൂ സുഫിയാൻ്റെ കാരവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റുമുട്ടേണ്ടത് ഖുറൈശി സൈന്യത്തോടൊപ്പമാണെന്ന് മുസ്ലിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ മുഴുവൻ ആളുകൾക്ക് ഉറപ്പാവാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 അടിമകളോട് റസൂൽ ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്കറിയില്ല, സൈന്യത്തിൽ എത്ര ആണുള്ളത് അതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഞങ്ങൾക്കില്ല, ഞങ്ങൾ അതിൻ്റെ ഹെൽപ്പർമാരാണ്. അതായത് ആ സൈന്യത്തെ അവരുടെ മറ്റുള്ള കാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയുള്ള അടിമകളാണ് ഞങ്ങൾ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിസമർത്ഥമായിട്ട് അവർക്കറിയാവുന്നൊരു ഭാഷയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടാം. റസൂലുള്ളാഹി ഉടനെ ചോദിച്ചു, നിങ്ങൾ ഒരു ദിവസം എത്ര ഒട്ടകത്തെയാണ് ആ സൈന്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സൈന്യത്തിന് വേണ്ടി അറുക്കാനുള്ളത്? ഒരു ദിവസം എത്ര ഒട്ടകത്തെയാണ് ആ സൈന്യം ഭക്ഷണത്തിന് വേണ്ടി അറുക്കുന്നത്? അപ്പോൾ ഉടനെ തന്നെ അതവർ പറഞ്ഞു. കാരണം അവർ ആ ജോലിയാണ് ചെയ്യുന്നത്. അവർ ഉടനെ തന്നെ പറഞ്ഞു, 10 ഒട്ടകം വീതമാണ് ദിനേന ഞങ്ങൾ അറുക്കുന്നത്. ഉടനെ തന്നെ റസൂലുള്ളാഹി മുസ്ലിങ്ങളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഖുറൈശികളുടെ എണ്ണം ഏകദേശം 900-നും 1000-നും ഇടയിലായിരിക്കും അവരുടെ നമ്പർ. സുബ്ഹാനല്ലാഹ്, വളരെ കൃത്യമാണ്. കാരണം ഒരൊട്ടകം എന്നുള്ളത് ഏകദേശം 100 ആളുകൾ ഭക്ഷിക്കുമായിരുന്നു. ആ ഒരു കണക്ക് വെച്ച് റസൂലുള്ളാഹി മൊത്തം സൈന്യത്തിൻ്റെ ആ ഒരു കണക്ക് കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് പറയണം. അത് വളരെ കൃത്യമായിരുന്നു. 1000 ആയിരുന്നു യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ നമ്പർ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, കഴിയുന്നത്ര വിവരം അവരിൽ നിന്ന് റസൂലുള്ളാഹി കളക്ട് ചെയ്യാണ്. ആ അടിമകളോട് റസൂലുള്ളാഹി ചോദിച്ചു, ആ സൈന്യത്തിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, ഉത്ബയുണ്ട്, ഷൈബയുണ്ട്, അബൂജഹൽ, ഉബയ്യ് ബിൻ ഖലഫ്, അതേപോലെ തന്നെ ഉഖ്ബ. ഈ രൂപത്തിൽ പ്രധാനപ്പെട്ട ഖുറൈശികളുടെ പേരുകൾ ഓരോന്നായിട്ട് അവർ എണ്ണിപ്പറയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നൊരു വാക്ക്, റസൂലുള്ളാഹി പറഞ്ഞു, മുസ്ലിങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞു, മക്കയുടെ കണ്ണും കരളും എല്ലാം നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ്. ഇതാ മക്കയുടെ കണ്ണും കരൾ തുണ്ടുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇതാ നിങ്ങളുടെ മുന്നിൽ സമ്മാനിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ തങ്ങളുടെ മുന്നിൽ കാത്തിരിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന അബൂ സുഫിയാൻ്റെ കച്ചവട കാരവനല്ല, മറിച്ച് സർവായുധ സജ്ജരായിട്ടുള്ള ഖുറൈശി സൈന്യത്തെയാണ് മുന്നിൽ നേരിടേണ്ടെന്നുള്ള യാഥാർത്ഥ്യം മുസ്ലിങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ അറിയാൻ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ യുദ്ധം പ്രതീക്ഷിച്ചല്ല അവർ ഇറങ്ങി പുറപ്പെട്ടത്. അതിനുള്ള യാതൊരു ഒരുക്കം അവരുടെ കയ്യിലില്ല. പക്ഷേ അതേ സന്ദർഭത്തിൽ ആ സമയത്ത് അവർ പിന്മാറുന്നത് അത് ഏറ്റവും വലിയൊരു ഭീരുത്വമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, അഹങ്കാരിയായിട്ടുള്ള അബൂജഹൽ മുസ്ലിങ്ങളെങ്ങാനും അവർ പേടിച്ച് പിന്മാറുകയാണെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു പരിണിത ഫലം മുസ്ലിങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ ഉടനീളം അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല, മദീനയിൽ ഓൾറെഡി ഖുറൈശികൾ അകം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ജൂതന്മാരായിട്ടുള്ള ആളുകളെല്ലാം മദീനയിലുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ ഈ ഒരു പോയിന്റിൽ വീക്കാണെന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ദൗർബല്യം അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഖുറൈശികളോടൊപ്പം ചേർന്ന് പിന്നീട് മദീനയിലും മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പ് അസാധ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ മുന്നോട്ടുള്ള നിലനിൽപ്പിന് ഖുറൈശികളുമായിട്ടുള്ള ആ യുദ്ധം ആ ഒരു സന്ദർഭത്തിൽ അനിവാര്യമായിട്ട് വരികയാണ്. അപ്പോൾ ധീരതയോടുകൂടെ മുന്നേറുക, അത് മാത്രമാണ് മുന്നിലുള്ള ഏക പോംവഴി. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു സന്ദർഭത്തിലും നേതാവായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാതെ പകരം നേതാവായിട്ടുള്ള റസൂലുള്ള അനുയായികളോട് അഭിപ്രായം ആരായാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള അവരെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നമ്മൾ ചെയ്യുക? അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. അപ്പോൾ റസൂലുള്ള അഭിപ്രായം ചോദിച്ച സന്ദർഭത്തിൽ മുഹാജിറുകളുടെ ഭാഗത്തു നിന്നും ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നതുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ ധൈര്യത്തോടു കൂടെ മുന്നേറുക, ഞങ്ങൾ കൂടെയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. റസൂലുള്ള വീണ്ടും അഭിപ്രായം ചോദിച്ച സന്ദർഭത്തിൽ മുഹാജിറുകളുടെ തന്നെ ഭാഗത്തു നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് സമാനമായിട്ട് സംസാരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് പറഞ്ഞു, അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കുക. മൂന്നാമതും സമാനമായിട്ടുള്ള ചോദ്യം ആവർത്തിച്ച സന്ദർഭത്തിൽ മുഹാജിറുകളിൽ തന്നെ പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരല്പം കൂടെ അദ്ദേഹം മനോഹരമായിട്ട് സംസാരിക്കുകയാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വഹീഹ് ബുഖാരിയിലുള്ള ഉദ്ധരണിയിൽ വായിക്കാൻ സാധിക്കും, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഞങ്ങൾ കൂടെയുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ നഖൂലു കമാ ഖാല ഖൗമു മൂസ, ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ അദ്ദേഹത്തോട് പറഞ്ഞതുപോലെയുള്ള നന്ദി കെട്ട വാക്കുകൾ ഒരിക്കലും ഞങ്ങൾ പറയില്ല. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ ബനു ഇസ്രായേലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുദ്സിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ അവർ പറയുന്നുണ്ട്, സൂറത്തുൽ മാഇദയിൽ 24-ാമത്തെ വചനം, ഫദ്ഹബ് അൻത വറബ്ബുക ഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ആ രൂപത്തിലാണ് അവർ പ്രതികരിച്ചത്. ഞങ്ങൾ ഒരിക്കലും ആ രൂപത്തിൽ പ്രതികരിക്കുന്നവരല്ല, പകരം ഞങ്ങൾ പറയും ഫദ്ഹബ് അൻത വറബ്ബുക ഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ, പ്രവാചകരെ നിങ്ങൾ യുദ്ധം ചെയ്യുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നുഖാതിലുക അൻ യമീനിക വഅൻ ശിമാലിക വബൈന യദൈക വഖൽഫിക, പ്രവാചകരെ നിങ്ങളുടെ വലത്തും നിങ്ങളുടെ ഇടതും നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ പിന്നിൽ, അതായത് ഞങ്ങളുടെ 4 ഭാഗത്തു നിന്നായിട്ട് ഞങ്ങൾ ശക്തമായി നിങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ പോരാടും. ആ രൂപത്തിൽ മനോഹരമായിട്ടുള്ളൊരു സംസാരം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. ആ സന്ദർഭത്തിൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, 4-മതും റസൂലുള്ളാഹി ചോദിച്ചു, അഷീറു അലയ്യ അയ്യുഹന്നാസ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ആ സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആളുകൾ ആ സദസ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ അനുകൂലമായിട്ടുള്ള മറുപടി നൽകിയിട്ട് വീണ്ടും റസൂലുള്ളാഹി അതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി ആവർത്തിക്കാനുള്ള കാരണം? അതെന്തുകൊണ്ടാണെന്ന് ആ സദസ്സിലുണ്ടായിരുന്ന ബുദ്ധിമാനായ മറ്റൊരു നേതാവിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഉടനെ തന്നെ അദ്ദേഹം എഴുന്നേറ്റുന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ലഅല്ലക തഖ്സിദുനായ റസൂലുള്ളാഹ്, പ്രവാചകരെ നിങ്ങൾ ഞങ്ങളെ ഉദ്ദേശിച്ചാകുമല്ലേ ചോദിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ആ ചോദിച്ചത് അൻസാറുകളുടെ നേതാവ് ഔസ് ഗോത്രത്തിൻ്റെ തലവൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി വീണ്ടും ചോദ്യം ആവർത്തിക്കാനുള്ള കാരണം, ആദ്യം ആ സദസ്സിൽ നിന്നും മറുപടി പറഞ്ഞ 3 ആളുകളും അവർ മുഹാജിറുകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയേണ്ടത് അൻസാറുകളുടെ പ്രതികരണമാണ്. അതിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി ചോദ്യം ആവർത്തിച്ചത്. അത് പ്രത്യേകം ചോദിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പലതവണയായിട്ട് പറഞ്ഞു. കാരണം അൻസാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ കരാർ, 2-ാം അഖബ ഉടമ്പടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ കരാറിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിട്ട് കരാർ വെച്ചത് മദീനയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ സംരക്ഷിക്കും, അതേപോലെ തന്നെ ഡിഫൻസിനാണ് അവർ കരാർ നൽകിയത്. പക്ഷേ ബദർ എന്നുള്ളത്, ബദറിൻ്റെ സാഹചര്യങ്ങൾ അതിൽ നിന്നെല്ലാം വ്യത്യാസമുണ്ട്. കാരണം ബദർ മദീനയിൽ വെച്ചല്ല, അതേപോലെ തന്നെ ബദർ ഡിഫൻസ് അല്ല, മറിച്ച് ഒഫൻസാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ കരാറിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ട് പ്രത്യേകമായിട്ട് ചോദിച്ച് വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ അൻസാറുകളുടെ പ്രതികരണത്തിന് വേണ്ടി റസൂലുള്ളാഹി ചോദ്യം ആവർത്തിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കാതെ തന്നെ അവരോട് കൽപ്പിക്കായിരുന്നു. അവർ തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റും. പക്ഷേ ആ സന്ദർഭത്തിൽ നേതാവായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറിൻ്റെ പ്രാധാന്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ ചോദ്യത്തിനുള്ള മറുപടി അൻസാറുകളുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പ്രഭാഷണമായിരുന്നു. അതിമനോഹരമായിട്ടുള്ള പ്രഭാഷണം. നമുക്കറിയാം, സിറിയയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില സംസാരങ്ങൾ, നേരത്തെ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ നജാഷിയുടെ കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ പ്രഭാഷണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നടത്തുന്ന സംസാരം,
അത് നമുക്കറിയാം. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രൊഫൈലിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു രംഗാണ് ബദറിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം നടത്തുന്ന സംസാരം. ആ സ്വഹാബിയാണ് നമുക്കറിയാം. ഖന്തക്ക് യുദ്ധത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഷഹീദായ സന്ദർഭത്തിൽ ഇഹ്തസ്സ അർശുർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനം കുലുങ്ങിയെന്നെല്ലാം, സഅദിൻ്റെ മരണം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനം അത് കുലുങ്ങിയെന്നെല്ലാം റസൂലുള്ളാഹി വിശേഷിപ്പിച്ച ആ പ്രധാനപ്പെട്ട സ്വഹാബിയാണ്. എന്തുകൊണ്ട് അത്രയേറെ പ്രാധാന്യം ആ സ്വഹാബിക്ക് നൽകപ്പെട്ടു എന്നുള്ളത് അദ്ദേഹം പറയാൻ പോകുന്ന ഈ വാക്കുകളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നതുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഖദ് ആമന്നാ ബിക വസദ്ദഖ്നാക്. ഓ പ്രവാചകരെ, ഞങ്ങൾ നിങ്ങളിലും നിങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിച്ച ആളുകളാണ്. വശഹിദന അന്നമാ ജിഅ്ത ബിഹി ഹുവൽ ഹഖ്. താങ്കൾ കൊണ്ടുവന്നത് മുഴുവൻ സത്യമാണെന്ന് ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തിയ ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളിടത്തേക്ക് നിങ്ങൾ പോവുക, ഇഷ്ടമുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, ഇഷ്ടമുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ബന്ധം മുറിക്കുക. ഖുദുമിൻ അംബാലിന മാശിഅത വഅഅതിന മാശിഅത. നിങ്ങൾ ഞങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുക്കുക, ഇഷ്ടമുള്ളത് നിങ്ങൾ തിരികെ തരിക. അതിനുശേഷം പറയുന്ന മനോഹരമായിട്ടുള്ള ചില പദങ്ങൾ, ഒമാ അഖത്ത മിന്ന കാന അഹബ്ബ ഇലൈന മിമ്മ തറക്ത. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുക്കുന്നതിലെല്ലാം ഞങ്ങൾ അത്യധികം സന്തോഷിക്കുകയാണ്. അദ്ദേഹം നിർഭം താങ്കൾ എടുക്കാതിരിക്കുന്നതിലാണ് ഞങ്ങൾക്ക് വിഷമം. അതായത് നിങ്ങൾ ഞങ്ങളിൽ നിന്നും വല്ലതും വാങ്ങാതിരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയങ്കരാണ്. സുബ്ഹാനല്ലാഹ്. ശേഷം സഅദ് റളിയല്ലാഹു അൻഹു തുടരാണ്, താങ്കൾ എന്ത് തന്നെ കൽപ്പിച്ചാലും അതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്താണോ നിങ്ങൾ കൽപ്പിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളെ അഭിപ്രായം. വല്ലാഹി ലഇൻ സിർത ഹത്താ തഅതി ബർഖുൽ ഖിമാദ്. താങ്കൾ യാത്ര ചെയ്ത് ബർഖുൽ ഖിമാദ് വരെ പോയാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ പിറകിലുണ്ടാകും. ബർഖുൽ ഖിമാദ് എന്നുള്ളത് അക്കാലഘട്ടത്ത് വിദൂരത്ത് യമനിലുള്ളൊരു പ്രദേശമാണ്. അതായത് ഇന്നത്തെ സൗദിയുടെ ജിസാൻ പ്രവിശ്യയിൽ കടന്നു വരുന്നൊരു സ്ഥലമാണ്. അത്ര വിദൂരത്തേക്ക്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഏതൊരറ്റത്തേക്ക് നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചാലും ഞങ്ങൾ നിങ്ങളുടെ പിറകിലുണ്ടാകും. അത് കരയിൽ മാത്രമല്ല, ഇനി നിങ്ങൾ സമുദ്രത്തിലേക്ക് ഞങ്ങളോട് പ്രവേശിക്കാൻ പറഞ്ഞാലും അതിനും ഞങ്ങൾ സന്നദ്ധരാണ്. സുബ്ഹാനല്ലാഹ്. അതായത് സമുദ്രം എന്ന് വെച്ചാൽ പ്രത്യേകം മനസ്സിലാക്കുക, അക്കാലഘട്ടത്തിലുള്ള അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ഭയക്കുന്ന കാര്യമാണ് സമുദ്രം. കടൽ യാത്രകൾ അവർ അങ്ങേയറ്റം ഭയപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം അത് മരണമാണ്. അതിനുവേണ്ടി ഞങ്ങളെ ക്ഷണിച്ചാൽ പോലും ഞങ്ങൾ നിങ്ങളുടെ പിറകിലുണ്ടാകും. അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ നിങ്ങൾ നീങ്ങിക്കൊള്ള, എവിടേക്കാണെങ്കിലും ഞങ്ങൾ പിറകെയുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും മടിച്ചു നിൽക്കില്ല. യുദ്ധത്തിൽ ക്ഷമയും പോരാട്ടത്തിൽ ആത്മാർത്ഥതയുള്ള ആളുകളാണ് ഞങ്ങൾ. താങ്കളുടെ കണ്ണിന് കുളിർമയേകുന്ന ചില രംഗങ്ങൾ ഞങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷേ കാണിച്ചു തന്നേക്കാം. അതിനാൽ ഫസിർ ബിന അലാ ബറക്കത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിൽ ഞങ്ങളെയും കൊണ്ട് താങ്കൾ മുന്നോട്ട് നീങ്ങുക. ഇതായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ള സംസാരം. ഈ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെല്ലൊന്നുമല്ല റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ചത്. ഈ സംഭവം ഉദ്ധരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൻ്റെ അവസാനം പറയാണ്, റസൂലുള്ളാഹി അത് കേട്ട സന്ദർഭത്തിൽ അഷ്റഖ വജ്ഹുഹു വസറഹു, റസൂലുള്ളാഹിൻ്റെ മുഖം അത്യധികം സന്തോഷിക്കുന്നതായിട്ടും അത് പ്രസന്നമാകുന്നതായിട്ടെല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ മുഹാജിറുകളായിട്ടുള്ള ആളുകൾ അവരുടെ സന്നദ്ധത അവരറിയിച്ചു. അതേപോലെ തന്നെ അൻസാറുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ള സംസാരം അതെല്ലാം ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധികം സന്തോഷിച്ച് റസൂലുള്ളാഹി ആ കൊച്ചു സംഘത്തെയും വഹിച്ച് റസൂലുള്ളാഹി ബദറിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ അവർ ബദറിൻ്റെ സമീപത്തെത്തിയ സന്ദർഭത്തിൽ എവിടെയാണ് യുദ്ധത്തിന് വേണ്ടി താവളമടിക്കുക, അപ്പോൾ തന്ത്രപ്രധാനമായിട്ടൊരു ലൊക്കേഷൻ മുസ്ലിങ്ങൾക്ക് അവിടെ ലഭിക്കുകയാണ്. ആ ഒരു പ്രദേശത്ത് അവർ താവളടിച്ച് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ തലേ ദിവസം അന്നത്തെ ദിവസം ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട്. ആ ഒരു സംഭവങ്ങൾ, അതേപോലെ തന്നെ ഖുറൈശികൾ അങ്ങോട്ട് എത്തുന്നതും അവരെവിടെയാണ് താമസിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ബദർ യുദ്ധത്തിലേക്ക് ആ യുദ്ധത്തിൻ്റെ ദിവസം രാവിലെ, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ മനസ്സിലാക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ അത് പാലിച്ച് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.